ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പ്ലസ് വണ്ണിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ഒരു സാധാരണ 5-6 മാർക്കിന് എക്സാമിന് ഒരു 6 മാർക്ക് വരെ മാക്സിമം ചോദിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് കോണിക് സെക്ഷൻ. അപ്പോൾ നമ്മളിവിടെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കണം. ആക്ച്വലി ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ് കോണിക് സെക്ഷൻ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. എന്താണ് കോണിക് സെക്ഷൻ? ഓക്കെ, അപ്പം നമുക്ക് കോണിക് സെക്ഷൻ എന്താണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ, വളരെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇവിടെ കോണിക് സെക്ഷൻ എന്താ എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാ നമ്മുടെ ഓൾറെഡി കോണ് നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോണുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. കോണുകളെ ഷേപ്പിൽ നമ്മൾ കോണുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ കോണ് കട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന, ഇപ്പോൾ നമുക്ക് വരുന്ന ഒരു കോണ് അല്ലെ, നമ്മളൊരു ഐസ്ക്രീം എക്സാക്ട്ലി ഇവിടെ ഞാൻ ഫിഗർ കൊടുത്തിട്ടുണ്ട് കോണിൻ്റെ. ഈ കോണിൽ നമ്മൾ ഈ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണപ്പെടുന്ന ഷേപ്പുകളെ കുറിച്ച് പഠിക്കുകയാണ് ആക്ച്വലി കോണിക് സെക്ഷൻ. സെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലേഡ് കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണുന്ന ഷേപ്പുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് ആക്ച്വലി ഈ ടോപ്പിക് കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോണിക് സെക്ഷനിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് വെച്ചാൽ സർക്കിൾ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എലിപ്സ് പഠിക്കാനുണ്ട്, പരാബോള പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർബോള പഠിക്കാനുണ്ട്. ഇത്രയും ആളുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്ലസ് വണ്ണിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സർക്കിളിനെ കുറിച്ച് പഠിക്കും, അത് കഴിഞ്ഞാൽ എലിപ്സിനെ കുറിച്ച് പഠിക്കും നമ്മളല്ലേ. സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ എലിപ്സ് ഉണ്ട്, അതുപോലെ പരാബോള ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ഔട്ട്ലുക്ക് നമ്മൾ എല്ലാവരും ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഹൈപ്പർ ബോള. അപ്പോൾ ഇത്രയും ടേമുകളാണ് നമുക്ക് ടോട്ടലി നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പ്ലസ് വണ്ണിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് ഓരോന്ന് നമ്മൾ പഠിക്കുന്നു. എന്താണ് സർക്കിൾ പഠിക്കുന്നു, എന്താണ് എലിപ്സ്, അത് റിലേറ്റ് ചെയ്തിട്ടുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കവർ ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷനിലോട്ട് അല്ലെങ്കിൽ പ്രോബ്ലത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഓരോ ടോപ്പിക്ക് നമുക്ക് വരുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സർക്കിൾ എങ്ങനെ വരുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോർമലി നമുക്ക് സർക്കിളിനെ കുറിച്ച് അറിയുന്നതാണ് അല്ലേ. നോർമലി നമുക്കൊരു സർക്കിൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സർക്കിളിനെ കുറിച്ച് അറിയാം അല്ലേ. അപ്പോൾ ഈ സർക്കിളിൽ എന്തൊക്കെ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ജനറലി സർക്കിളിൻ്റെ സെൻറ്റർ ജനറലി ഒരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിൽ എന്തുണ്ടായിരിക്കും, ഒരു റേഡിയസ് ഉണ്ടായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു റേഡിയസ് ഉണ്ടായിരിക്കും അല്ലെ. ഒരു റേഡിയസ് വെച്ചും കൊണ്ടാണ് നമ്മൾ സർക്കിൾ ഡ്രോ ചെയ്യുക. അതിനുശേഷം ആ സർക്കിളിൻ്റെ ഒരു ജനറിക് ഫോം എന്ന് പറയുന്നത് എന്താണ്, എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അതായത് ഇതിൽ എച്ചും കെയും ആക്ച്വലി എന്ന് പറയുന്നത് എന്താ, സെൻറ്ററിലുള്ള ആളുകളാണ് നമ്മൾ എന്ത് എച്ചും കെയും, അതായത് എച്ച് കോമ കെ. ആ സെൻറ്റർ പോയിന്റിനെ നമ്മൾ എന്ത് പറയുന്നത്, എച്ച് കോമ കെ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ സെൻറ്റർ എച്ച് കോമ കെ ആണ്, റേഡിയസ് ആർ ആണ്. ഇക്വേഷൻ എന്താണ്, എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ളതാണ് ജനറൽ ഇക്വേഷൻ. ഇനി ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഒറിജിനൽ ആകുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മളൊരു സർക്കിൾ ഞാൻ വരച്ചു, ആ സർക്കിളിന്റെ സെന്റർ ഒറിജിൻ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ സർക്കിളിന്റെ സെന്റർ ഒറിജിൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സെന്റർ ഒറിജിൻ എന്ത് വരുമോടാ, നമുക്കറിയാം 0,0 ആണ് ഒറിജിൻ വരിക അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്ത് ചേഞ്ച് വരും, എച്ചിനും കെയും നമ്മൾ എന്ത് കൊടുക്കും, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്, ജനറൽ ഇക്വേഷനായ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ആർ സ്ക്വയർ എന്നുള്ളതാണ് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം എച്ചും കെയും നമ്മൾ എന്ത് കൊടുക്കും, സർക്കിളിന്റെ സെന്റർ ഒറിജിൻ വരികയാണെങ്കിൽ എച്ചിനും കെക്കും നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താവും, ഇങ്ങനെ ആവും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ ഇതാണ് നിങ്ങൾ ഫെമിലിയർ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ളത് ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. കാരണം സർക്കിൾ സെന്റർ അറ്റ് ദി ഒറിജിൻ ആയിരിക്കും. സർക്കിളിന്റെ സെന്റർ ഒറിജിനിലായിരിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. എക്സാമിന് എങ്ങനെയൊക്കെ പ്രോബ്ലം ചോദിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്, എക്സാമിന് വരാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് സെന്റർ -3,2 ആൻഡ് റേഡിയസ് 4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് റീഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് കാണുന്നില്ല. എല്ലാവരും ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് എന്ത് ചെയ്യുക, എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കുക. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം.
ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയാൽ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് സെന്റർ -3,2 ആൻഡ് റേഡിയസ് 4. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജനറലി സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് അറിയണം എന്താണ്? x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r² എന്ന് പറയുന്നതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. എക്സാമിന് ഓൾറെഡി പ്രീവിയസ് ഇയർ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഇത്. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഇത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സെന്റർ എന്ന് പറയുമ്പോൾ ആൾക്കാരെ നമ്മൾ എന്തായിട്ട് എടുക്കും? സെന്ററിൽ നമുക്ക് എന്താണോ തന്നിട്ടുള്ള ആ സെന്റർ തന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? എച്ചും കെയും ആയിട്ട് നമ്മൾ എടുക്കും. നമ്മുടെ റേഡിയസ് ഓൾറെഡി തന്നിട്ടുണ്ട്. റേഡിയസ് ഈക്വൽ ടു എന്താണ്? 4 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് എക്സ് മൈനസ് എച്ച് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ശ്രദ്ധിച്ച് കൊടുക്കണം, -3. അപ്പോൾ ഓൾറെഡി അവിടെ -3 ഉണ്ട് കേട്ടോ. y - k എത്രയാണ്? 2 ആണ്. റേഡിയസ് എത്രയാണ്? 4² ആണ്. റേഡിയസ് എത്രയാണ്? 4² ആണ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഇനി ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ a - b ഹോൾ സ്ക്വയറിൽ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം നിർബന്ധമില്ല. കുറെ ആളുകൾ നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വെക്കും. കാരണം ഇതൊന്ന് ഫൈനലി ഇങ്ങനെ എഴുതി വെക്കാം. അപ്പോൾ x+3 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ 4² നമുക്ക് എന്താക്കാം? 16 ആക്കാം. ഇത്രയും എക്സാമിന് ആൻസർ ചെയ്താൽ മതി. +1 എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഇത്രയും ആൻസർ ചെയ്താൽ മതി. x+3 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് മാത്രം ആൻസർ എഴുതിക്കൊണ്ട് ഇതിനെന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് a+b ഹോൾ സ്ക്വയറിലോ a - b ഹോൾ സ്ക്വയറിലോ എക്സ്പാൻഡ് ചെയ്യണ്ട. കാരണം നമ്മളോട് ചോദിക്കുന്നത് എന്താ? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് സർക്കിളിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓൾറെഡി എന്തായി? സർക്കിളിന്റെ ഇക്വേഷനായി. വളരെ സിമ്പിൾ അല്ലേ? ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം റിപ്പീറ്റഡ് ആണ്, എക്സാമിന് വന്നിരിക്കും കേട്ടോ. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ സെന്റേർഡ് അറ്റ് -5,0 ആൻഡ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ വെച്ചാൽ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ സെന്റേർഡ് അറ്റ് -5,0 ആൻഡ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അപ്പോൾ ആക്ച്വലി ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ 2D നമ്മൾ വരച്ചതിന് ശേഷം -5,0 നമുക്കറിയാം എവിടെയാണല്ലേ? 1 2 3 4. 1 എന്ന് പറഞ്ഞാൽ 1,0 ആക്ച്വലി പോയിന്റ് ആണ് അല്ലെ. 2 എന്ന് പറഞ്ഞാൽ എന്താ? 2,0. ഈ പോയിന്റ് എന്താ? 3,0. ഈ പോയിന്റ് എന്താടാ? 4,0. ഇടത് ഭാഗത്തേക്കാണെങ്കിൽ എന്താ? -1 -2 -3 -4. അതായത് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ -1,0. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ -2,0. അപ്പോൾ ആബ്സല്യൂട്ട്ലി -5,0 അല്ലെ. ഈ പോയിന്റ് ആയിരിക്കും എന്ത്? ഞാനത് വേറെ കളർ വെച്ച് മാർക്ക് ചെയ്യാം. ഈ പോയിന്റ് ആണ് ആക്ച്വലി എന്ത്? ഈ പോയിന്റ് ആണ് നമ്മുടെ -5,0 അല്ലെ. ഇവിടെ നമ്മൾ ഒന്നും കൂടെ ഇതൊക്കെ എഴുതുന്നുണ്ട്. -5,0. ഓക്കെ, ഇതാണ് നമ്മുടെ -5,0 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ പറയുന്നുണ്ട് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് സർക്കിൾ സെന്റേർഡ് അറ്റ് -5,0. സർക്കിളിന്റെ സെന്റർ ആണ് -5,0 ആൻഡ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. ആക്ച്വലി ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 0 ആണ്. ഇവിടെ എല്ലാം 1 2 3 4 നമുക്കറിയാം. താഴോട്ട് വരുമ്പോൾ -1 -2 -3. ഓൾറെഡി നിങ്ങൾക്ക് 2D റെപ്രസെന്റേഷൻ വരക്കാൻ അറിയുന്നതാണ്. അപ്പോൾ ഇത് സെന്റർ ആണെങ്കിൽ ഇങ്ങനെയാണ് ആ സർക്കിൾ വരിക. ആ സർക്കിളിന്റെ ലേഔട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാം. എങ്ങനെ വരും? ഇതാ ഇങ്ങനെ വരും അല്ലേ. അതായത് സർക്കിളിന്റെ സെന്റർ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും. ഏകദേശം അപ്രോക്സിമേറ്റ് ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇത് സർക്കിളിന്റെ സെന്റർ ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ത് വരും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആൻസർ കുറച്ചും കൂടെ കണ്ടുണ്ടാവും അല്ലെ. ഓക്കെ അപ്രോക്സിമേറ്റ് ആണ് വരക്കുന്നത്. സർക്കിൾ. അപ്പൊ ഈ സർക്കിളിന്റെ സെന്റർ ആണ് ആക്ച്വലി എന്ത്? ഞാൻ ഈ കളറിൽ കൊടുത്തിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാവും -5,0 ഇതിന്റെ റേഡിയസ് എത്രയായിരിക്കും? ആക്ച്വലി ഇതിന്റെ റേഡിയസ് എത്രയായിരിക്കും? എല്ലാം ഇപ്പോഴും റേഡിയസ് 5 യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ പോസിറ്റീവ് ആണ്. ഇത്രയും ലെങ്ത് എന്താണ്? 5 യൂണിറ്റ് ആണ്. സെന്റർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ നമുക്ക് വളരെ ഈസി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ പറഞ്ഞൂടെ? അപ്പൊ നമുക്ക് എച്ചും കെയും നമുക്ക് കിട്ടി. h ഈസ് ഈക്വൽ ടു എന്താണ്? -5 ആണ്. ആദ്യമുള്ള ആളാണ് h. k എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ നമ്മൾ ഇത് വെച്ചും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇക്വേഷൻ x minus h whole square plus y minus k whole square equal to
ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഉള്ളത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് എച്ച് എത്രയാണ് -5 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ നമുക്കറിയാം 0 ആണ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എത്രയാണ് റേഡിയസ് നമുക്ക് 5 സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ കിട്ടും എക്സ് പ്ലസ് എച്ച് 5 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 എന്ന് പറഞ്ഞാൽ സിംപ്ലി വൈ എന്ന് മതി. വൈ ഈക്വൽ ടു എത്ര വരും 25. അപ്പോൾ നമുക്ക് ആൻസർ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. കാരണം നമ്മൾ മുന്നത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ഇതുപോലെ വേറൊരു നമ്പർ വൈ പ്ലസ് സംതിങ് അല്ല കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ചെയ്ത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. അതായത് തൊട്ട് മുന്നേ ഞാൻ കാണിക്കാം പ്രോബ്ലം. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ജസ്റ്റ് ആസ് യൂഷ്വൽ ആയിട്ട് ഈ പ്രോബ്ലം ആൻസർ ഇങ്ങനെ തന്നെ നിർത്തിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് ഇതുപോലെ വൈയുടെ പാർട്ടും ഇതുപോലെ സിംപ്ലി 0 ആയതുകൊണ്ട് വൈയുടെ കോൺസ്റ്റന്റ് കെ പാർട്ട് 0 ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് എ പ്ലസ് ബിയിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് എന്ത് വരും എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 2 10x പ്ലസ് 25 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 അല്ലെ 25 ഗെറ്റ് ക്യാൻസൽഡ്. ഫൈനലി എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. ആദ്യം എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. പാറ്റേൺ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതാം. ആദ്യം എക്സ് സ്ക്വയർ എഴുതാം, പിന്നെ വൈ സ്ക്വയർ എഴുതാം, പിന്നെ 10x എഴുതാം ഈക്വൽ ടു 0 ഈസ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാം. വളരെ കൂളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക ആൻസർ ചെയ്തു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ സർക്കിൾ ഓഫ് ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഹാസ് ദി സെന്റർ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആക്ച്വലി എന്താ നമ്മളോട് സെന്റർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് തന്ന ഗിവൺ ഇക്വേഷൻ എന്താ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സിന്റെ കൂടെ സെന്ററിൽ ഒരു സംതിങ് കോൺസ്റ്റന്റ് ഉണ്ടാവും എക്സ് മൈനസ് എച്ച് അല്ലെ. എച്ച് അവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ ഷുവർ ആണ് അവിടെ എന്താ ഉണ്ടായിരിക്കുക എക്സ് പ്ലസ് 0 മൈനസോ അല്ലെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ഇങ്ങനെ ആയി മാറും. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് സെന്ററും റേഡിയസും നമുക്ക് എന്ത് ചെയ്യാം തരംതിരിച്ചെഴുതാം. സോ സെന്റർ എന്തായിരിക്കും? കാരണം ജനറലി നമ്മൾ എന്താ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. കമ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടും എന്താണ് കെയുടെ സ്ഥാനത്ത് കെ എന്താണ് കെ എത്രയാണ് 1 ആണ്. എച്ചിന്റെ സ്ഥാനത്ത് എച്ച് എത്രയാണ് 0 ആണ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എച്ച് എത്ര വരും? നമ്മളോട് ചോദിച്ചിട്ടുള്ള സെന്റർ എന്താണ് ചോദിച്ചിട്ടുള്ളത് സെന്റർ. സോ സെന്റർ ആൻസർ നമുക്ക് കിട്ടും സെന്റർ എന്ന് പറഞ്ഞാൽ എച്ച് കോമ കെ ആണ്. എച്ച് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയ എത്രയാണ് 0 ആണ്. കെ എത്രയാണ് 1 ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റിൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. സെന്റർ എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. റേഡിയസ് ഒന്നും പ്രത്യേകിച്ച് ചോദിച്ചിട്ടില്ല. നമുക്ക് ആൻസർ കൃത്യമായിട്ട് എഴുതാം. ഇപ്പോൾ ഇവിടെ റേഡിയസ് ചോദിക്കുകയാണെങ്കിൽ 2നെ നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം കേട്ടോ. ഈ സെയിം ക്വസ്റ്റ്യനിൽ റേഡിയസ് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ √2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. √2 ഹോൾ സ്ക്വയർ ആണ് ആക്ച്വലി 2 അല്ലേ. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആവില്ലേ. അപ്പോൾ ഹിയർ റേഡിയസ് ഈക്വൽ ടു ആബ്സല്യൂട്ട്ലി √2 ആണ് കേട്ടോ. നേരെ 2 എന്ന് എഴുതിയത്. കാരണം 4 ആണെങ്കിൽ 2 സ്ക്വയർ എഴുതുമ്പോൾ 4 ആണെങ്കിൽ 2 സ്ക്വയർ എന്ന് എഴുതിയിട്ട് 2 ആക്കാം. ഇപ്പൊ 2 ആണെങ്കിൽ അതിനെ നമുക്ക് എന്താക്കാം √2 ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പൊ റേഡിയസ് എന്തായിരിക്കും അല്ലെ √2 ഹോൾ സ്ക്വയർ ആണല്ലോ 2. സോ r എന്തായിരിക്കും √2 ആയിരിക്കും കേട്ടാ. കൃത്യമായിട്ട് ആൻസർ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് പറയുന്നത് ഈ ചാപ്റ്ററിന്റെ. ഈ സർക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് എ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -4x -8y -45 ഈസ് ഈക്വൽ ടു 0. സെന്ററും റേഡിയസും നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. +1 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷുവറായിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ട് നമുക്കിത് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഫസ്റ്റ് എക്സ് സ്ക്വയർ, അതായത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ തന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കി നോക്കെ എക്സ് സ്ക്വയർ ഉണ്ട്, പിന്നെ എക്സിലെ ടേം ഏതാണുള്ളത് -4x ഉണ്ട്,
അല്ലേ? പിന്നെ ഞാൻ വൈയിലെ ടേം ഞാൻ വേറൊരു കളർ പാറ്റേൺ ഉപയോഗിച്ച് റൗണ്ട് ചെയ്യാം. വൈ പാറ്റേൺ വൈ സ്ക്വയർ മൈനസ് 8y, പിന്നെ കോൺസ്റ്റന്റ് ആണുള്ളത്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് എക്സ് ഉള്ളതിനെ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ് ഉള്ളതിനെ ഞാൻ ഒരുമിച്ച് എഴുതി. പിന്നെ വൈ ഉള്ളത് എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ മൈനസ് 8y, പിന്നെ പക്ക കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ ഞാൻ ഒരു കാര്യം ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഞാൻ കൊണ്ടുപോകാം. -45 എന്ത് ചെയ്തു ഇങ്ങനെ ആക്കി, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോയാൽ +45. അപ്പോൾ ആക്ച്വലി ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ കണ്ണിങ് ആയിട്ടാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. എക്സിനെ ഒരുമിപ്പിച്ച് എഴുതി, വൈനെ അടുത്തത് ഒരുമിപ്പിച്ച് എഴുതി, കോൺസ്റ്റന്റിന് എന്ത് ചെയ്തു റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഞാൻ കൊണ്ടുപോയി. ഇനി ഞാൻ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു സംതിങ് നമ്പർ. കാരണം നമുക്ക് ജനറലി സർക്കിളിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ x-h² + y-k² r². അപ്പോൾ ആ പാറ്റേണിൽ നമ്മളിപ്പോൾ തന്ന ക്വസ്റ്റിനെ ആ പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്താലാണ് നമുക്ക് സെന്ററും റേഡിയസും അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുത്തെഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൽ ഉപയോഗിക്കുന്ന കണ്ണിങ് മെത്തേഡാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് 2 നമ്മൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് 2 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ എക്സിന്റെ കോഫിഷ്യന്റ് -4 ആണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ട്രിക്ക് ഇതാണ്, ഞാൻ ഇവിടെ എഴുതി വെക്കാം. ½ × കോഫിഷ്യന്റ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ട്രിക്ക്, ½ × കോഫിഷ്യന്റ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ½ അപ്പോൾ നമ്മളെ സൊല്യൂഷനാണ് പറയുന്നത്. ½ × കോഫിഷ്യന്റ് ഓഫ് എക്സ് എത്ര, എക്സിന്റെ കോഫിഷ്യന്റ് എത്രയാണ്, അബ്സല്യൂട്ട്ലി -4 ആണ്. അപ്പോൾ -4 ഹോൾ സ്ക്വയർ. സോ 2 4 കട്ട് -2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത് റിസൾട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ആക്ച്വലി ലെഫ്റ്റ് സൈഡിൽ 4ഉം റൈറ്റ് സൈഡിൽ 4ഉം. മാത്സിന്റെ റൂളാണ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഒരു ത്രാസാണ്. ആക്ച്വലി ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ത്രാസാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ആഡ് ചെയ്താൽ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുക ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ എന്താണോ ആഡ് ചെയ്തത് അത് ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുന്നത് 4 ആണ്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് ഈ എക്സിന്റെ പാർട്ട് ഓക്കെ ആയി. അതുപോലെ തന്നെ വൈഡും കൂടെ നമുക്ക് കണ്ടാക്കാം. വൈയുടെ കൂടെ കാണുമ്പോൾ എങ്ങനെ വരും, വൈയുടെ ഞാൻ ഇവിടെ സെപ്പറേറ്റ് കാണാം, ഒരു ബോക്സ് കൂടെ കൊടുക്കും ഇങ്ങനെ സെപ്പറേറ്റ്. ½ × കോഫിഷ്യന്റ് ഓഫ് വൈ എത്രയാണ്, -8 ഹോൾ സ്ക്വയർ. 2 8 ക്യാൻസൽഡ്, -4 ഹോൾ സ്ക്വയർ വി ഗെറ്റ് 16 എന്ന് പറയുന്ന നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 16 ഇടത് ഭാഗത്ത് ആടെയും വലത് ഭാഗത്ത് ആടെയും. ഇനി ശ്രദ്ധിക്കുക, ഇനി ആഡിങ് ശ്രദ്ധിക്കുക. ഇവിടെ ചെയ്യുന്നതാണ് x² -4x. ഇവിടെ ഞാൻ ആദ്യം എന്ത് ചെയ്തു, +4 ആഡ് ചെയ്തു. പിന്നെ റിമൈനിങ് ഇവിടെ എന്തുണ്ട്, y² ഉണ്ട്, -8y ഉണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, 16 ആഡ് ചെയ്തു. = 45. ഇപ്പൊ നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ആരൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്, എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് +4ഉം അതുപോലെ തന്നെ +16ഉം ആഡ് ചെയ്തു. +4ഉം +16ഉം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ, ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ അത് തന്നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതായത് എന്തൊക്കെ ആഡ് ചെയ്യണം, +4ഉം +16ഉം. അപ്പോൾ ഇവിടെ എന്താണോ ആഡ് ചെയ്തിട്ടുള്ളത് അതേ വാല്യൂ തന്നെ മാത്സിന്റെ റൂൾ പ്രകാരം ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യാണ്, ഇത് എങ്ങനെ എഴുതാം എന്നാണ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ കണ്ണിങ് ശ്രദ്ധിക്കണം. ഇനി എഴുതേണ്ടത് ഈ ഫസ്റ്റ് പറഞ്ഞാൽ ഈ പാറ്റേൺ എനിക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, എക്സ് ഇവിടെ ഉണ്ട് അതിന്റെ റിസൾട്ട്, ഇവിടെ തന്നെ അതിന്റെ റിസൾട്ട് ഉണ്ട്. നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ ആരോട്ട് കാണിക്കുന്നുണ്ട്. x -2 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത് എന്ത് വരും, വൈയിലാണ്, വൈ ആണല്ലോ ടൈം വേരിയബിൾ. ഇവിടെ എന്തുണ്ട്, -4 ഉണ്ട്. സോ y -4 ഹോൾ സ്ക്വയർ = എല്ലാതും പാടെ ആഡ് ചെയ്യുക. ഒക്കെ പാടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണോ റിസൾട്ട് അത് തന്നെ റിസൾട്ട്. ഒക്കെ പാടെ ആഡ് ചെയ്യുമ്പോൾ 65 അല്ലേ, 40ഉം 50ഉം 60ഉം 65 നമുക്ക് എന്ത് ചെയ്യുക, റിസൾട്ട് ആയിട്ട് ഫോം ചെയ്യാം. ഇത് ഇനി വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഇത് a - b ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഇത് a - b ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യുക. കാരണം a² -2ab + b² 4 കിട്ടും. ഇത് a - b ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്താൽ y² -2ab 2 × 4 × y, സോ -8y + b² എന്ന് പറഞ്ഞാൽ 4² 16. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുകളിലത്തെ റിസൾട്ട് തന്നെ വരും. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ജനറൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്താൽ ജനറൽ ഫോം എന്താ, x - h ഹോൾ സ്ക്വയർ + y - k ഹോൾ സ്ക്വയർ = എന്താണ്, r² ആണ്. പക്ഷേ ഇവിടെ ആബ്സല്യൂട്ട്ലി 65 ആണ്. അപ്പോൾ 65നെ എങ്ങനെ നമുക്ക് a² ആക്കും.
നമുക്കൊരു 4 ആണെങ്കിൽ 2 സ്ക്വയർ ആക്കാം, 9 ആണെങ്കിൽ 3 സ്ക്വയർ ആക്കാം, 16 ആണെങ്കിൽ 4 സ്ക്വയർ ആക്കാം. എന്നാൽ അതല്ലാത്ത ഇത്രയും പെർഫെക്റ്റ് റൂട്ട് അല്ലാത്ത ഒരു വാല്യൂ സ്ക്വയർ ആക്കാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ 65 എന്താക്കാം, റൂട്ട് 60 അതിന്റെ റൂട്ട് ചെയ്ത് സ്ക്വയർ ചെയ്താൽ മതി. കാരണം സ്ക്വയറും റൂട്ടും ക്യാൻസൽഡ് ആവണല്ലേ. അപ്പോൾ അതിന്റെ റൂട്ട് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യുക, റൂട്ട് 65 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ കൃത്യമായും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, h, k ആണ് സെന്റർ. സോ ദ റിസൾട്ട് അല്ലേ, നമുക്ക് റിസൾട്ട് എന്ത് കാണാം, കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എച്ചും കെയും നമുക്ക് റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. എച്ചും കെ എന്ന് പറഞ്ഞാൽ സെന്റർ എന്താണ്, കമ്പയർ ചെയ്യുക. എച്ച് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 2 ആണ്, 2,4 ആണ് നമ്മുടെ സെന്റർ. ഹിയർ റേഡിയസ് ഈക്വൽ ടു റൂട്ട് 65. അപ്പോൾ എക്സാമിന്റെ കൃത്യമായ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായി ചോദിച്ചു സെന്റർ എന്താ റേഡിയസ് എന്താ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആൻസർ ചെയ്തു കേട്ടോ. സെന്റർ ആൻഡ് റേഡിയസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോണിക് സെക്ഷന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സർക്കിളുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കുന്നത് പരാബോളയാണ്. അതായത് നമ്മുടെ കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് പരാബോള. അപ്പോൾ പരാബോള നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. പരാബോളയിൽ സ്റ്റേറ്റ് എക്സാമിന് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉൾപ്പെടെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് പരാബോള. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് പരാബോളയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നോക്കുന്നത്, ഈ പാർട്ടിൽ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് സെക്ഷനിലോട്ട് പോവാം. പരാബോള എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെക്ഷനിലോട്ടാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. പരാബോള എന്താണ് പരാബോള? അപ്പൊ ആക്ച്വലി പരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവ് എന്ന് വിളിക്കാം. വേറൊരു പേര് നമുക്ക് എന്താണ്, ആക്ച്വലി കർവ് എന്നും കൂടെ പറയാം. പരാബോളനെ കർവ് എന്നും കൂടെ പറയാം. അതായത് സിംപ്ലി ഇങ്ങനെ ടൈപ്പ് അല്ലെ, നമുക്കിത് ഒരുപാട് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, കർവുകൾ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം, വരക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എക്സാമിന് വരുന്നത് കർവ് അല്ലെങ്കിൽ പരാബോള? ആക്ച്വലി 4 ടൈപ്പ് പരാബോളാസ് ഉണ്ട്. ആക്ച്വലി 4 ടൈപ്പ് പരാബോളാസ് ഉണ്ട്. വളരെ സിമ്പിളാണ് പരാബോള, ഒരു ടഫുമില്ല, വളരെ ഈസി ആയതുകൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്ന 4 പരാബോളാസ് ആണ്. അപ്പോൾ എങ്ങനെ 4 പരാബോളാസ് വരിക എന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത്. ഓക്കെ, ഞാൻ 4 പരാബോളാസ് വരക്കാം. അപ്പോൾ ഇതിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ ടൈപ്പ് പരാബോളയാണത്. ഒന്നാമത്തെ ടൈപ്പ് പരാബോളയിൽ ഞാൻ എപ്പോഴും പരാബോള സ്റ്റാർട്ട് ചെയ്യുക ഒന്നെങ്കിൽ എക്സ് സ്ക്വയറിലായിരിക്കും ഓർ വൈ സ്ക്വയറിലായിരിക്കും. ഇതാണ് ആദ്യം നിങ്ങൾ അറിയേണ്ടത്. ഒരു പരാബോള സ്റ്റാർട്ട് ചെയ്യുക ഒന്നെങ്കിൽ എക്സ് സ്ക്വയർ ആയിരിക്കും അല്ലെങ്കിൽ എന്തിലായിരിക്കും, വൈ സ്ക്വയറിലായിരിക്കും. സപ്പോസ് എക്സ് സ്ക്വയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 4a എന്തായിരിക്കും, എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, വൈ ആയിരിക്കും. ഇത് ശ്രദ്ധിച്ചാൽ മതി. ഒന്നുകിൽ എക്സ് പരാബോള സ്റ്റാർട്ട് ചെയ്യുക എക്സ് സ്ക്വയറിലോ വൈ സ്ക്വയറിലോ ആയിരിക്കും. എക്സ് സ്ക്വയറിലാണ് പരാബോള സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, 4a വൈ ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്, വൈ ആയിരിക്കും. ഓൾറെഡി ഇവിടെ എക്സ് ആണല്ലോ, പിന്നെ ഓട്ടോമാറ്റിക്കിന് അവിടെ എന്താണ് വരിക, വൈ ആണ് വരിക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ പരാബോളയുടെ പിക്ചർ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെ പരാബോള വരാം. ഞാൻ രണ്ടാമത്തെ പരാബോളയുടെ ഒരു സാധ്യത ഞാൻ പറഞ്ഞു. ഇനി വരുന്ന പരാബോള എക്സ് സ്ക്വയർ ഈക്വൽ ടു -4a വൈ വരാം, -4a വൈ വരാം, -4a വൈ വരാം. ഇനി വേറൊരു പരാബോള നമുക്ക് വരുന്നത് y സ്ക്വയർ ഈക്വൽ ടു 4. y സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എന്ത് വരും, y വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി എന്ത് വരും, x വരും. പിന്നൊരു പരാബോളയാണ് y സ്ക്വയർ ഈക്വൽ ടു -4ax. അപ്പോൾ 4 പരാബോളാസും വരാനുള്ള സാധ്യതകളെ നമ്മൾ ആദ്യം തന്നെ പരിഗണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആക്ച്വലി ഇതുപോലെ 4 പരാബോളസ് ആണ് നമുക്ക് വരിക. ഇതാണ് നമ്മൾ ഇതിന് ട്രിക്ക് അറിയേണ്ടത്. ഒന്ന് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്ന് പറയുന്ന പരാബോള, അതായത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് മെൻഷൻ ചെയ്യണമെന്നില്ല, പോസിറ്റീവ്. അപ്പോൾ ഇവിടെ എക്സ് വന്നാൽ ഇവിടെ y, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരാം, -4ay വരാം. പിന്നെ വരുന്ന ചാൻസ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ അല്ലെങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ ടു y4a, ഇവിടെ y വന്നാൽ പിന്നെ ഇവിടെ എക്സ്, y സ്ക്വയർ ഈക്വൽ ടു -4ax. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഇത് നോക്കിക്കൊണ്ടാണ്, അതായത് നമ്മുടെ ഈ വാല്യൂ എക്സ്, ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പോസിറ്റീവ് എക്സിന് സിമെട്രിക് ആയിരിക്കും എന്നുള്ളതാണ്. ഇത് നമുക്കറിയാം, ഇതാണ് എക്സ് ആക്സിസ് അല്ലേ, എക്സ് ഡാഷ് വൈ
വൈ ഡാഷ് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പരാബോളയുടെ ഷേപ്പ് എങ്ങനെ വരുന്ന പറയുന്നത് ഇതുപോലെ ആയിരിക്കും. പോസിറ്റീവ് എക്സിന് സിമെട്രിക് ആയിരിക്കും. ഇതപ്പോൾ ഞാനിവിടെ വരക്കുന്നുണ്ട്. പോസിറ്റീവ് എക്സിന് എന്തായിരിക്കും സിമെട്രിക് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുക പരാബോള വരിക. ഇനി രണ്ടാമത്തെ കേസിലാണെങ്കിലോ, രണ്ടാമത്തെ കേസിൽ ഇവിടെ ആണെങ്കിൽ എന്താവും, ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് എക്സ് ആക്സിസിന്, അപ്പം നെഗറ്റീവ് വരുന്ന എക്സ് ആക്സിസ് അതാണ്. നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നെഗറ്റീവ് എക്സ് ആക്സിസ് നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay അല്ലേ. അപ്പോൾ വൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സും ഇത് വൈയും ആണ്. അപ്പോൾ നെഗറ്റീവ് വൈ എന്നല്ലേ, ഇത് എക്സ് ഡാഷ് ആണ്, ഇത് വൈ ഡാഷ് ആണ്. അപ്പോൾ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എവിടേക്ക് വരും, ഇതാ പോസിറ്റീവ് വൈ ആക്സിസിന് ഇതാ ഇങ്ങനെ വരും. അടുത്ത പരാബോള ഓട്ടോമാറ്റിക്കിന് എങ്ങനെ വരും, കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. പരാബോള താഴത്തോട്ടാണ് വരിക, കൃത്യമായിട്ട് മനസ്സിലാവും. പരാബോള താഴത്തോട്ടാണ് വരിക അല്ലേ. എക്സ് വൈ ഡാഷ് എക്സ് ഡാഷ് റൈറ്റ്. അപ്പോൾ 4 ടൈപ്പ് പരാബോളാസ് ഞാനിവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി എക്സാമിന് ഇനി എന്താണ് പരാബോളയിൽ നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്നതെന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കേണ്ടത്. അതും കൂടെ പഠിച്ചാൽ നമ്മൾ ഈ ടോപ്പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോക്കസ് എന്താണെന്നുള്ളതാണ്. ഫോക്കസ്. അപ്പോൾ ഇനി പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എക്സാമുമായി ബന്ധപ്പെട്ട് എക്സാമിന് നിങ്ങളോട് എന്ത് ചോദിക്കുന്നു എന്നുള്ളതാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ചോദിക്കുന്നത് ഫോക്കസ് എന്നുള്ളതാണ്. വേറൊരു കളർ യൂസ് ചെയ്യാം. ഓക്കെ, ഈ കളർ തന്നെ, ഈ കളർ വേണ്ട, വൈറ്റ് തന്നെ ഉപയോഗിക്കാം. ഫോക്കസ് എഫ് എന്ന് പറയുന്ന ലെറ്റർ വൈറ്റ് ഉപയോഗിക്കാം, ഒന്നും ഷോ ആവുന്ന കളർ. ഫോക്കസ് പുതിയ ടേമുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫോക്കസ് ആക്ച്വലി എന്താണ് ഫോക്കസ് എന്നുള്ളതാണ്. ഫോക്കസ് ജനറൽ നമുക്കറിയാം, ഇത് എക്സ് ആക്സിസ് ആണോ. എക്സ് ആക്സിസിലുള്ള വൈ കോർഡിനേറ്റുകളൊക്കെ എന്താ 0 ആണ്. അപ്പൊ ജനറലി നമുക്ക് ഫോക്കസിന് നമുക്കൊരു ലെറ്റർ കൊടുക്കാം. ഫോക്കസ് എന്ന് പറയുന്നത് സംതിങ് വാല്യൂ ആണ്, ഒരു ഡിജിറ്റ് ആണ്. ആ വാല്യൂനെ ജനറലി നമുക്ക് എ എന്ന് പറയുന്ന ഡിജിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് ആക്സിസിലുള്ള ഒരു ഡിജിറ്റ് എപ്പോഴും വൈ എന്തായിരിക്കും 0 ആയിരിക്കും അല്ലെ. എക്സ് ആക്സിസിൽ വൈ 0 നമ്മൾ അറിയാം അല്ലെ. അപ്പൊ ഫോക്കസ് ജനറലി A,0 ആണ് നമ്മുടെ ഫോക്കസ് വരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് അപ്പൊ നമുക്ക് എല്ലാത്തിനും ഫോക്കസ് എഴുതാം. അപ്പൊ ഇവിടുത്തെ ഫോക്കസ് എത്രയായിരിക്കും, ഇപ്പൊ തന്നെ എല്ലാ ഫോക്കസ് എഴുതാം. ഇതെന്തായിരിക്കും -A,0. ഇടത് ഭാഗാകാരം നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ കേസിൽ ഫോക്കസ് എങ്ങനെയായിരിക്കും, ഈ കേസിൽ ഫോക്കസ് എങ്ങനെയായിരിക്കും, എഫ് ഈക്വൽ ടു കൃത്യമായിട്ട് അറിയാം വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലെ. 0,A ആയിരിക്കും. ഇവിടെ ഫോക്കസ് എന്തായിരിക്കും, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും 0,-A ആയിരിക്കും. അപ്പൊ കൃത്യമായിട്ട് 4 എണ്ണത്തിന്റെ ഫോക്കസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. 4 പരാബോളാസിന്റെ ഫോക്കസ് മനസ്സിലായി. ഇതാണ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് കാണാനാണ്. എക്സാമിന്റെ ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നത്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആണ് നെക്സ്റ്റ് എക്സാമിന് നമ്മളോട് ചോദിക്കാം. എന്താണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? കുറെ പേര് കൺഫ്യൂഷൻ ആവും, എന്താണ് ഡയറക്ട്രിക്സ്, എന്താണ് ഡയറക്ട്രിക്സ്. അപ്പൊ ഡയറക്ട്രിക്സ് ആക്ച്വലി പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒന്നാമത്തെ കേസിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 1, 2, 3, 4 4 കേസുകളുണ്ട് അല്ലെ. ഇതിൽ ഒന്നാമത്തെ കേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ഇടത് ഭാഗത്ത് വരുന്ന ഒരു ലൈനിനെ, അതായത് നമ്മുടെ കർവ് അല്ലെങ്കിൽ പരാബോളയുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് വരുന്ന ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ ലൈനിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും, ഈ ലൈനിന്റെ പ്രത്യേകത ആയിരിക്കും ഈ ലൈനിൽ ഇവിടെയുള്ള ഒരു പോയിന്റ് അല്ലെ. ഈ ലൈനിൽ ആര് ഫിക്സഡ് ആയിരിക്കും, ആര് ഫിക്സഡ് ആയിരിക്കുംടാ. നിങ്ങൾ ഇതിൽ ഏത് പോയിന്റുകൾ എടുത്തോ, നിങ്ങൾ ഏത് പോയിന്റുകൾ എടുത്താലും ഇതിന്റെ എക്സ് കറക്റ്റ് ആയിരിക്കും അല്ലെ. എക്സ് എന്താണോ ഇവിടെ വരുന്നത് ആ വാല്യൂ തന്നെ ആയിരിക്കില്ലേ. എക്സ് എന്തായിരിക്കും, എല്ലാം ഇപ്പോഴും ഇവിടുത്തെ എക്സ് ഈ കോർഡിനേറ്റ് എന്തായിരിക്കും, -A ആയിരിക്കും അല്ലെ. പിന്നെ 0 ആയിരിക്കും ഇവിടെ. അപ്പൊ ഇവിടെ ഓരോന്ന് വാല്യൂ മാറും. അപ്പൊ അതായത് കോമൺ എല്ലാം എന്ത് തന്നെ ആയിരിക്കും, എക്സ് കോർഡിനേറ്റുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, -A ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും, -A ആയിരിക്കും ഇതിന്റെ ഡയറക്ട്രിക്സ്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, എല്ലാം x-A അല്ലേ. അതായത് അവിടെ വരുന്ന നമ്പർ. അപ്പൊ ഈ ലൈനിനെയാണ് നമ്മൾ ഇവിടെ എന്ത് വിളിക്കുന്നത്, ഡയറക്ട്രിക്സ് എന്ന് വിളിക്കുന്നത്. അത് എപ്പോഴും എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, -A ആയിരിക്കും ഫസ്റ്റ് എണ്ണത്തിൽ. സെക്കൻഡിൽ എങ്ങനെയായിരിക്കും, സെക്കൻഡിൽ ഇതാണല്ലോ ഡയറക്ട്രിക്സിന്റെ ലൈൻ. ഇവിടെ നിങ്ങൾ നോക്കി നോക്കുക, ഡയറക്ട്രിക്സിന്റെ ലൈനിൽ നിങ്ങൾ നോക്കി നോക്കെ ഇവിടെ എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു എന്തായിരിക്കും
പ്ലസ് എ ആയിരിക്കും അല്ലേ. ഇവിടെ നമുക്കറിയാം പോസിറ്റീവ് അല്ലേ ജനറലായിട്ട് എ എന്ന് പറയുന്ന വാല്യൂ എല്ലാ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എന്ത് പറയാം, എക്സ് ഈക്വൽ ടു പ്ലസ് എ ആവും എന്നുള്ളത് നമുക്ക് പറയാം. ഇതിനെ വിളിക്കുന്നത് എന്താണ്, ഡയറക്ട്രിക്സ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്നാണ് വിളിക്കുക കേട്ടോ. അത് ഞാൻ വേറെ എഴുതി തരാം, സിംപ്ലി ഡയറക്ട്രിക്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ട്രിക്സ്. അപ്പോൾ ഈ കേസിൽ ഇവിടെ നീ ശ്രദ്ധിക്കണം, ഇവിടെ ഈ ലൈൻ അതിന് നേരെ ഓപ്പോസിറ്റ് നമ്മളൊരു ലൈൻ കാണിച്ചു. ആ ലൈൻ കാണിച്ചു കഴിഞ്ഞാൽ അല്ലേ, ആ ലൈൻ കാണിച്ചു, സ്വാഭാവികമായിട്ടും അതിന്റെ ഡയറക്ട്രിക്സ് ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടുത്തെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും തേർഡ് കേസിൽ? ഇവിടെ എക്സ് ഈക്വൽ ടു ആണോ വൈ ഈക്വൽ ടു ആണോ വരിക? കാരണം ഇത് ഓൾറെഡി നെഗറ്റീവ് പാർട്ടാണ്. അപ്പോൾ ഇവിടെ എക്സ് അല്ലേ വരിക, ഇവിടെ എന്താണ് ഈ പോയിന്റ് എല്ലാം ഇപ്പോഴും എന്താണ് ആ ഒരു സീറോ മീൻസ് എന്താവും, സീറോ കോമ എന്താവും ഒരു മൈനസ് എ പാറ്റേൺ ആയിരിക്കും അല്ലേ. സീറോ കോമ അല്ലേ, ഇവിടെയുള്ള വാല്യൂസിന്റെ പ്രത്യേകം എന്താ, സീറോ കോമ മൈനസ്. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന്റെ എക്സാമിന്റെ പ്രോബ്ലം എത്ര സിമ്പിൾ ആണ്, മൈന്യൂട്ടഡ് ആണ് കാര്യങ്ങളെന്ന് മാത്രം. ഈ പോയിന്റ് ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത ഈ പോയിന്റ്, ഈ ലൈനിലുള്ള ആ പോയിന്റ് എന്ന് പറയുന്നത് എന്താവും, വൈ ആക്സിസ് ആണ്. അതുകൊണ്ട് ആ പോയിന്റ് 0,- ആണ് ആ വൈ ആക്സിസിലുള്ള ആ പോയിന്റ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എക്സ് ആണോ, എക്സ് ഈക്വൽ ടു ആണോ എഴുതേണ്ടത്, വൈ ഈക്വൽ ടു എഴുതേണ്ടത്? കാരണം ഇവിടെ എക്സ് 0 ആണ്, കാരണം വൈ ആക്സിസിലുള്ള എല്ലാ എക്സ് 0 ആണ്. അപ്പൊ ഇവിടെ എഴുതേണ്ടത് എന്താണ്, വൈ ഈക്വൽ ടു എന്ത് വരും, -. ഇതാണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് ഡയറക്ട്രിക്സ്. സ്വാഭാവികമായിട്ടും ഇവിടെ കേസിൽ എങ്ങനെ വരും, ആ ലൈൻ എങ്ങനെ വരുമോടാ, ഈ ലൈൻ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ത് വരും, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു ഓട്ടോമാറ്റിക്കിന് എന്ത് വരും, പ്ലസ് എ വരും അല്ലേ. ഇതാണ് ഇവിടുത്തെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ വരിക. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുക എന്തൊക്കെയാ വെച്ചാൽ, ഫോക്കസ് കാണാൻ ചോദിക്കും, ആ എ കണ്ടുപിടിക്കാണ്ട് വരും. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എ കണ്ടുപിടിക്കുന്നതോട് കൂടി കിട്ടും. ഡയറക്ട്രിക്സ് ചോദിക്കും. അതുപോലെ തന്നെ പിന്നെ എക്സാമിന് ചോദിക്കുന്നത് ഏത് ആക്സിസ് ആണെന്നുള്ളതാണ് കൃത്യമായിട്ട് അറിയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആക്സിസ് എക്സാമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്, രണ്ടാമത്തെ നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്, മൂന്നാമത്തെ കേസ് എന്താണ് പോസിറ്റീവ് വൈ ആക്സിസ് ആണ്, നാലാമത്തെ എന്താണ് നെഗറ്റീവ് വൈ ആക്സിസ് ആണ്. അത് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ ആക്സിസ് ചോദിക്കും. പിന്നെ നമ്മളോട് ചോദിക്കുക വെർട്ടെക്സ് എന്താണെന്നുള്ളതാണ്. എല്ലാ ഇപ്പോഴും ഇങ്ങനെ വരുന്ന പരാബോളയുടെ അവിടെ ഇതാണ് പരാബോളയുടെ വെർട്ടെക്സ് എല്ലാം ഇപ്പോഴും എന്താ 0, 0. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. വി എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ, വെർട്ടെക്സ്. അപ്പോൾ വെർട്ടെക്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ 4 കേസിലും വെർട്ടെക്സ് എന്ത് തന്നെയാണ്, 0,0 ആണെന്ന് എക്സാമിന് പ്രോബ്ലത്തിൽ എഴുതിയാൽ മതി. അപ്പോൾ വെർട്ടെക്സ് ആയി, ഡയറക്ട്രിക്സ് ആയി. ഇനി ഇതിലുള്ളത് എന്താ വെച്ചാൽ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടാണ് നമുക്ക് പഠിക്കണം, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യാൻ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ നല്ല വൃത്തിയിൽ എല്ലാവരും എഴുതിയെടുക്കുക. ഇനി ഇത് വെച്ചും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ 4 ഇവിടെ ഉണ്ട്, നമ്മൾ കളയുന്നില്ല, 4 ഇവിടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇത് വർക്കൗട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത പേജിലോട്ട് പോകുന്നു. നമ്മളത് അവിടെ കിടന്നോട്ടെ, നമുക്ക് പ്രോബ്ലം വരുമ്പോൾ വീണ്ടും തിരിച്ചെടുക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കി. ഓക്കെ, ഫൈൻഡ് ദി ഫോക്കസ് ആക്സിസ് വെർട്ടെക്സ് ഇക്വേഷൻ ഓഫ് അല്ലെ, ഫൈൻഡ് ദി ഫോക്കസ് ആക്സിസ്. ഇത്രയും കാര്യങ്ങൾ നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഫോക്കസ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ എക്സാമിന് ചോദിച്ചുള്ളൂ, ഫോക്കസ്, ആക്സിസ്, വെർട്ടെക്സ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ഇതൊക്കെ സെപ്പറേറ്റ് ക്വസ്റ്റ്യനാ. ആൻഡ് ദി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ഒരു പുതിയ ആളല്ലേ, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്ന പുതിയ ആള്. എന്താ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം? ഒന്നുകിൽ ഇതിന്റെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യുക എക്സാമിന്, 4a എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഇത് കണ്ടുപിടിക്കാൻ സാധാരണ ഞാൻ ഒരു പരാബോള വരച്ചു, എക്സ് ആക്സിലുള്ള പരാബോള വരച്ചു. ആക്ച്വലി ഈ ലെങ്തിനെയാണ് ഈ ലെങ്തില്ലേ, ഈ വീതിയുള്ള ഈ ലെങ്ത് അതായത് ഫോക്കസിലൂടെ കടന്നു പോകുന്ന, അതായത് a,0 ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഈ ലെങ്ത് ആണ് എന്ത്, നമ്മുടെ വാല്യൂ. അത് ആക്ച്വലി 4a ആണ് ബൈ ഹാർട്ട് ചെയ്യുക. കാരണം ജനറലി ഇത് a ആണ്. അപ്പോൾ അതിന് നമ്മളൊരു റെക്ടാങ്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെയുള്ള ഡയറക്ട്രിക്സ് വെച്ചും കൊണ്ട് ഒരു റെക്ടാങ്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് a ആണ്. സോ ഓട്ടോമാറ്റിക്കിന് ഇത് a പ്ലസ് ഇത് a ആണെങ്കിൽ ഇത് 2a ആണ്, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് 2a ആണ്. ടോട്ടലി നിങ്ങൾ ഇത് എക്സാമിന് ഈ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്താൽ മതി. ലെങ്ത് ഓഫ് ഇങ്ങനെ പഠിക്കുക, ഇത് ബൈ ഹാർട്ട് ചെയ്യലാണ് ഏറ്റവും സിമ്പിൾ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ഇതിന്റെ പ്രൂഫ് ഉണ്ട്, നമുക്ക് ഇപ്പോൾ +1 ഇല്ലാതെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഒരു പ്രയാസവും ഇല്ല. 4a എന്നുള്ളതാണ് ആക്ച്വലി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ലെങ്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. അത് ബൈ ഹാർട്ട് ചെയ്താൽ മതി.
അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. 4a എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമായി, ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞു എല്ലാ ക്വസ്റ്റ്യൻസുമായി. ഇനി നമുക്കിത് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്കിത് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശരി, എല്ലാവരും ഫോർമുല നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. Find the focus axis vertex equation of directrix and length of lattice section of parabola y square equal to 8x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞു പരാബോള ഒന്നുകിൽ സ്റ്റാർട്ട് ചെയ്യുക എക്സ് സ്ക്വയറിലായിരിക്കും, അല്ലെങ്കിൽ പരാബോള സ്റ്റാർട്ട് ചെയ്യുക എന്തിലായിരിക്കും, വൈ സ്ക്വയറിലായിരിക്കും. ഇത് ഫിക്സ്ഡ് ആണ്, ഒന്നുകിൽ എക്സ് സ്ക്വയറിലായിരിക്കും അല്ലെങ്കിൽ വൈ സ്ക്വയറിലായിരിക്കും. ഇപ്പോൾ ഇവിടെ പരാബോള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എന്തിലാണ്, വൈ സ്ക്വയർ ഈക്വൽ ടു 8x ആണ്. ഓക്കെ, ഇത് ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ax അതല്ല വൈ സ്ക്വയർ ഈക്വൽ ടു 4ax അല്ലെ. ഒന്നുകിൽ നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം. അത് 2 കേസേ ഉള്ളൂ. ടോട്ടലി 4 ടൈപ്പ് ഉണ്ട് അല്ലെ, 2 പോസിറ്റീവ് 2 നെഗറ്റീവ്. അതായത് ഒന്നുകിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ax. അപ്പോൾ ഇവിടെ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആയിട്ടാണ് നമ്മൾ ജനറലി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനെ കമ്പയർ ചെയ്യേണ്ടത്. ഇതാണ് ജനറൽ ഫോം. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ വരും, കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് കമ്പാരിസൺ ആണ് ഇമ്പോർട്ടൻ്റ്. എക്സ് തന്നെയാണ്, ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. എന്നാൽ റിമൈനിങ് കോൺസ്റ്റന്റിൻ്റെ അടുത്തുള്ള ആളാരാ, അതായത് കോൺസ്റ്റന്റ് ആയ 4a ഈക്വൽ ടു എത്രയാണ്, 8 ആണ്. 4a ഈക്വൽ ടു 8. 2 ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ 4a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്ത് ഈവൻ ക്വസ്റ്റ്യനിൽ എന്താണ്, 8 ആണ്. സോ നമുക്ക് ഇവിടുന്ന് a കൃത്യമായിട്ട് കിട്ടും. a ഈക്വൽ ടു 8/4 ആണ്. a ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 2 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ a ഈക്വൽ ടു 2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടി. വളരെ സിമ്പിൾ ആയതുകൊണ്ട് a എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നപ്പോൾ ഏതൊക്കെ കിട്ടുമെന്ന് അറിയോ, ഫോക്കസ്. ഞാൻ ഓരോന്നോരോന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഞാൻ ഒന്നാമത് കാണുന്ന ഫോക്കസ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഒന്നാമത്തതിൻ്റെ ആൻസർ ഇനി ഞാൻ ഇവിടെ എഴുതുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം, നീറ്റായിട്ട്. ഫോക്കസ് എന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ ജനറലി a,0 ആണ്. സോ ദ ആൻസർ ഈസ് എന്താണ്, ആൻസർ എന്താണ്, ഫോക്കസ് ഈക്വൽ ടു 2,0. ആൻസർ ഓവർ. ഒന്നാമത്തെ ആൻസർ ഓവർ. ഇനി സ്റ്റെപ്പ് 2. ഇപ്പോൾ ഒന്നാമത്തെ ആൻസർ കംപ്ലീറ്റ് ചെയ്തു. ഇനി സ്റ്റെപ്പ് 2 എന്താ പറഞ്ഞത്, ആക്സിസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആക്സിസ് ആണ്. ഇത് ആക്ച്വലി ഏത് ആക്സിസ് ആണ്, പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. കാരണം ഇതിന്റെ പിക്ചർ എങ്ങനെ ഉണ്ടായിരിക്കും, വൈ സ്ക്വയർ ഈക്വൽ ടു 4ax പിക്ചർ എങ്ങനെ വരിക, അതാ ഇങ്ങനെയാണ് വരിക. ഇതാണ് എഫ്, ഇതാണ് a,0. അപ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് എന്താണ്, പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തതിൻ്റെ ആൻസർ കഴിഞ്ഞു. മൂന്നാമത്തതിൻ്റെ ആൻസർ വെർട്ടെക്സ് എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോഴും വൈ സ്ക്വയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെയും എക്സ് സ്ക്വയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെയും ഒക്കെ വെർട്ടെക്സ് എപ്പോഴും എന്തെന്നായിരിക്കും, വെർട്ടെക്സ് എന്തായിരിക്കും, 0,0 ആയിരിക്കും. അതാണ് നമ്മുടെ വെർട്ടെക്സ് എന്ന് പറയുന്നത്, 0,0. ഇനി അപ്പോൾ വെർട്ടെക്സ് കംപ്ലീറ്റ് ആയി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്താണെന്നുള്ളതാണ്. ഇത് നമുക്ക് ഓൾറെഡി പിക്ചർ അറിയാം. വൈ സ്ക്വയർ ഈക്വൽ 4ax സിമെട്രിക് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ മുന്നത്തിൽ നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾ നോക്കി നോക്കി ഡയറക്ട്രിക്സ്. ഇപ്പോൾ ഞാൻ ഈ പിക്ചറാണ് എക്സാമിന് വരക്കേണ്ടത്. ഇതൊന്ന് ജസ്റ്റ് ജനറൽ ആയിട്ട് വരക്കാം, അതെല്ലാവരും ഒന്ന് വരക്കാം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കേസിൽ എന്ത് ചെയ്യാം, ഇതാണ് നമ്മൾ ഒന്ന് വരക്കേണ്ടത്. ഇതെല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് വരക്കണം എക്സാമിന്. ഇത് അതേപോലെ പേസ്റ്റ് ചെയ്ത് വരക്കുക. ഇവിടെ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു -e ആണ് അല്ലെ. ഡയറക്ട്രിക്സ് എന്താന്ന് പറഞ്ഞു, ആ ലൈനിന്റെ ലെങ്ത്തിനാണ്, ഇക്വേഷനാണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് എക്സ് ഈക്വൽ ടു -e ആണ് ഒന്നാമത്തെ കേസിൽ. അപ്പോൾ എക്സ് ഈക്വൽ ടു -e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൻസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്ട്രിക്സ് ആണ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് ഈക്വൽ ടു -e ആണ്. സോ എക്സ് ഈക്വൽ ടു -e എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ഇവിടെ -a എത്രയാണ്, 2 ആണ്. സോ എക്സ് പ്ലസ് 2 ഈക്വൽ ടു എന്ത് പറയാം, 0 എന്ന് പറയാം. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. നമുക്ക് ആൻസർ ആയി എക്സ് പ്ലസ് 2. അതാണ് ഇക്വേഷൻ. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. സിംപ്ലി LHS ആൻഡ് RHS. ഇനി അടുത്ത ഇപ്പം നമ്മൾ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം. ഞാൻ പറഞ്ഞു ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം ബൈ ഹാർട്ട് ചെയ്യുക ഫോർമുല, വേറെ ഓപ്ഷൻ ഇല്ല. ലെങ്ത് ഓഫ്, കാരണം ഇവിടെ എക്സാമിന് ഇതിൻ്റെ ഫോർമുല മാത്രമാണ്, ഇതിൻ്റെ ആൻസർ മാത്രമേ ചോദിക്കുന്നുള്ളൂ. 4a. സോ 4 × 2 ആൻസർ ഈസ് 8.
8. നോക്കി ഓക്കെ, കംപ്ലീറ്റ് ആൻസർ നമുക്ക് കണ്ടുപിടിച്ചു. ഇത്ര സിമ്പിളാണ് പരാബോള എക്സാമിന് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയി കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഓക്കെ, എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഓക്കെ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 6y. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ് ആക്സിസ്. സെയിം ഇക്വേഷൻ, സെയിം ബ്ലാ ബ്ലാ ബ്ലാ, സെയിം സ്റ്റേറ്റ്മെന്റ് എല്ലാം കണ്ടുപിടിക്കണ്ടേ. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ, ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 6y എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 6y സിമ്പിളാണ്. നിങ്ങൾ പരാബോള സ്റ്റാർട്ട് ചെയ്യുക വൈ സ്ക്വയറിലാണ് അല്ലെങ്കിൽ എക്സ് സ്ക്വയറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത പരാബോള, അപ്പോൾ എങ്ങനെ ഇതിന്റെ പിക്ചർ വരിക, എക്സ് സ്ക്വയർ ഈക്വൽ 6y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമാണ്. ഇവിടെ ഇത് നോക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക. പോസിറ്റീവ് വൈക്ക് സിമെട്രിക്, പോസിറ്റീവ് വൈക്ക് സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും പരാബോള. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയാണ് ഡയറക്ട്രിക്സിന്റെ ലൈൻ വരിക. അത് കൃത്യമാണ്. ഡയറക്ട്രിക്സിന്റെ ലൈൻ ഇവിടെ ആകുമ്പോൾ എന്ത് വരും, വൈയിലാണ് വരിക. വൈ ഈക്വൽ ടു -e ആണ് നമുക്ക് ഡയറക്ട്രിക്സിന്റെ ലൈൻ വരിക. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആൻസർ ചെയ്യാം. നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്കിവിടെ എ വേണം, കമ്പയർ ചെയ്യാം, ജനറലുമായിട്ട് കമ്പയർ ചെയ്യാം. ജനറൽ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ആണ്. 4aയും 6ഉം കമ്പയർ ചെയ്യാം. അപ്പോൾ 4a ഈക്വൽ ടു 6 വരും, a ഈക്വൽ ടു എന്ത് വരും, 6/4 വരും. കട്ടാക്ക 2ല് a ഈക്വൽ ടു 3/2. a നമുക്ക് 3/2 കിട്ടി. a 3/2 കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള എല്ലാ ആൻസേഴ്സും നമുക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് ഒന്നാമത്തെ ആൻസർ എന്തൊക്കെയാണ്, ഫോക്കസ് കിട്ടി അല്ലേ. ഒന്നാമത്തെ നേരത്തെ എഴുതിയ പോലെ ഫോക്കസ്, സെയിം സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. f ഈക്വൽ ടു a,0. ആക്ച്വലി ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഫോക്കസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ a,0 എന്ന് എഴുതരുത്, തെറ്റിപ്പോയി. കാരണം എന്താ, ആക്ച്വലി ഇതാണ് ഫോക്കസ് അല്ലേ. ഫോക്കസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ, അത് മുകളിലോട്ട് വരുമ്പോൾ 0,a ആണ് ജനറലി വരുന്നത് അല്ലെ. 0,a അല്ലേ, y ആക്സിസ് അല്ലേ ഫോക്കസ്. അപ്പോൾ അത് തെറ്റാൻ പാടില്ല. 0,a ആണ്. ആൻസർ എഴുതുമ്പോഴും എന്ത് കാണണം, 0,a. എന്താ a എന്ന് പറഞ്ഞാൽ 3/2 ഫോക്കസ് എഴുതി. പിന്നെ നിങ്ങൾക്ക് തന്നെ കംപ്ലീറ്റ് സോൾവ് ചെയ്യാവുന്നുള്ളൂ. എല്ലാ ആൻസറും ആയി ആക്ച്വലി. പിന്നെ വെർട്ടെക്സ് ഓൾറെഡി 0,0 ആണ്. വെർട്ടെക്സ് ഓൾറെഡി എത്രയാണ്, 0,0 ആണ്. ഫോക്കസും ഒക്കെ. ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആക്സിസാ, പോസിറ്റീവ് വൈ ആക്സിസ് ആണ്. പോസിറ്റീവ് വൈ ആക്സിസ് ആണ്. അതുപോലെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്താ, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് y ഈക്വൽ ടു -a എന്താ, എയുടെ സ്ഥാനത്ത് 3/2. മൈനസ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ y പ്ലസ് 3/2 ഈക്വൽ ടു 0. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണമെങ്കിൽ 2 × y നമുക്ക് എന്താക്കാം, 2y പ്ലസ് 3/2 ഈക്വൽ ടു 0. ഫൈനലി 2y പ്ലസ് 3 ഈക്വൽ ടു 0. ഈ 2 കൊണ്ട് വരും കേട്ടോ. 2 × 0 0 ആയി. 2y പ്ലസ് 3 ഈക്വൽ ടു 0. അതാണ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. പിന്നെ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം ഒബ്വിയസ്ലി 4a. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം, ലാറ്റസ് റെക്ടം എന്താണ്, 4a. 4 × a എന്ന് പറയുന്ന വാല്യൂ എന്താണ്, 3/2. കട്ട് ചെയ്യുക 4ൽ. സോ എന്ത് വരും, 2 × 3. ആൻസർ ഈസ് 6. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 6 ആണ് നമുക്ക് ആൻസർ കിട്ടുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒന്നും എക്സ്ട്രാ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരേപോലെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം, സോൾവ് ചെയ്യാം. ഇനി നോക്കി നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി പരാബോള വിത്ത് ഫോക്കസ് 6,0 ആൻഡ് ഡയറക്ട്രിക്സ് x ഈക്വൽ ടു -6. ഇങ്ങനെയും തരാം. തിരിച്ചിട്ട് നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാം, നമുക്ക് എക്സാമിന് ഇതുപോലെ തല തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ ഇക്വേഷൻ ഓഫ് പരാബോള കാണാൻ വേണ്ടി പറയാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വന്നാൽ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി കേട്ടോ. നിങ്ങളിങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നോക്കാം, ഇതിമേലാണ് ഗെയിം. 6,0 എന്ന് പറഞ്ഞാൽ ജനറലി a,0 ആണ്. അതായത് ഇവിടെ a ആണ് 6. നമുക്ക് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, a,0 വരുന്ന 4 ടൈപ്പ് നമ്മൾ പഠിച്ചു. അതിൽ എപ്പോഴും a,0 വരുന്നത് എപ്പോഴും ഏതിലാണ്, എന്തിലായിരിക്കും, y² ഈക്വൽ ടു 4a എക്സിലല്ലേ. എക്സിന് പോസിറ്റീവായിട്ട് സിമെട്രിക് ആകുമ്പോഴല്ലേ 4ax വരുമ്പോഴല്ലേ വരുന്നേ അല്ലേ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് a നമുക്ക് ഓൾറെഡി അറിയാം. സോ y² ഈക്വൽ ടു 4. a ആണല്ലോ ഫോക്കസിലുള്ള ആള്. അത് എത്രയാണ്, 6 ആണ് ഇൻറ്റു എക്സ്. സോ y² ഈക്വൽ ടു 4 ഇത് 6 4 24x. എത്ര സിമ്പിളാ ക്വസ്റ്റ്യൻ. സോ സിമ്പിൾ ആണ്. ഡയറക്ട്രിക്സിന്റെ ആവശ്യമില്ല അല്ലേ. ഡയറക്ട്രിക്സ് ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്രിക്സ് ചെക്ക് ചെയ്യാതെ പോലും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. വളരെ ഈസിയാണ്. y² ഈക്വൽ ടു 24x. അപ്പോൾ ഇത്രയാണ് പരാബോളയിലുള്ളത്. ആക്ച്വലി വളരെ സിമ്പിളാണ് പരാബോള ക്രാക്ക് ചെയ്യാൻ, ഇത്ര ഈസിയാണ്. ഓക്കെ, അപ്പോൾ പരാബോളയുടെ ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഹായ്, ഇന്ന് നമ്മൾ
നോക്കാൻ പോകുന്ന ചാപ്റ്ററാണ് എലിപ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് എലിപ്സ്. എലിപ്സിൽ നമുക്ക് എങ്ങനെ മുഴുവൻ മാർക്കും വാങ്ങിക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ കോണിക് സെക്ഷന്റെ രണ്ടാമത്തെ പാർട്ടാണ് ആക്ച്വലി എലിപ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എലിപ്സിലോട്ട് കടക്കാം. എലിപ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ഈസി ആയിട്ട് പഠിക്കാം കേട്ടോ, വളരെ സിമ്പിളാണ് എലിപ്സ്. എലിപ്സിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എലിപ്സിന്റെ കുറച്ച് തിയറി പാർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എലിപ്സിൽ ഫസ്റ്റ് അറിയേണ്ടത് നമുക്ക് തിയറിറ്റിക്കലി ഒരു എലിപ്സിന്റെ രൂപവും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയണം അല്ലേ. നമുക്ക് സാധാ എലിപ്സിന്റെ രൂപം എങ്ങനെ കിടക്കുന്നത്, ഒരു സാധാ ഒരു കോഴിമുട്ടയുടെ ഷേപ്പാണ് ആക്ച്വലി. സർക്കിൾ ഒന്ന് ബൾജായി കഴിഞ്ഞാൽ ഉള്ള ഒരു ഷേപ്പാണ് ആക്ച്വലി എലിപ്സിന്റെ ഷേപ്പ്. ഈ എലിപ്സിൽ എന്തൊക്കെ പഠിക്കാന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഈ എലിപ്സ് പഠിക്കുന്നത് ആക്ച്വലി നമ്മൾ 2D തന്നെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇപ്പം എലിപ്സ് പഠിക്കുന്നത് എന്താണ്, 2Dയിലാണ്. അപ്പോൾ എക്സ് ഡാഷ് വൈ ഡാഷ്. ഞാനൊരു എലിപ്സ് ഇതിൽ വരക്കാം, ഡ്രോ ചെയ്യാം. അപ്പോൾ 2 ടൈപ്സ് എലിപ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് പഠിക്കുമ്പോൾ 2 ടൈപ്സിൽ എലിപ്സ് പഠിക്കണം. എക്സാമിന് 2 സാധ്യതകളും നിങ്ങൾ പഠിക്കണം. അപ്പോഴാണ് എക്സാമിന് പെർഫെക്റ്റ് ആവുള്ളൂ. പഠിക്കുമ്പോൾ 2 ഒരുമിച്ച് പഠിക്കുക, വൈ ഡാഷ്. ഓക്കെ, അപ്പോൾ ഇതിൽ എലിപ്സ് വരണം ഞാൻ വരച്ചിട്ടുണ്ട്. 2 രീതിയിൽ എലിപ്സ് വരാം. ഒരു രീതിയാണ് നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത്, ഇത് രണ്ടാമത്തെ രീതി. അപ്പോൾ 2 ടൈപ്സ് ഉണ്ട്. ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. 2 ടൈപ്സ് എലിപ്സ്. അപ്പോൾ 2 ടൈപ്സും നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ ടൈപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരു ടൈപ്പ് എലിപ്സ് എങ്ങനെ വരാച്ച, എക്സ് ആക്സിസ് ഒന്ന് ബൾജ് ആയിക്കൊണ്ട്, അതായത് എക്സ് ആക്സിന്റെ ഭാഗമല്ലേ ഒന്ന് നീളം കൂടുതൽ കാണുന്നത്, ഇത് ഒരു ടൈപ്പ്. അതുപോലെ രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെയാണ്, വൈ ആക്സിസ് നീളം കൂടുന്ന ടൈപ്പ് അല്ലേ. അപ്പോൾ ആക്ച്വലി 2 ടൈപ്പിൽ നമ്മൾ എന്ത് വരുന്നുണ്ട്, എലിപ്സ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാം. അതിനുശേഷം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് നമ്മളിങ്ങനെ എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളതാകുമ്പോൾ ഇതിൽ എന്തൊക്കെ ആക്ച്വലി ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് ആദ്യം അറിയണം. നമുക്ക് എക്സാമിന് എന്താണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയണം. ഇനി എലിപ്സിന്റെ ജനറൽ ഫോർമാറ്റ് നമുക്കറിയണം. ഇതിന്റെ ജനറൽ ഫോർമാറ്റ് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്, ഒന്ന് സെറ്റാക്കി എടുക്കണം. നമുക്ക് x² + y² / b² = 1. അപ്പോൾ ജനറൽ ആയിട്ട് ഒരു എലിപ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, x² / a² + y² / b² = 1. ഇതാണ് ഫസ്റ്റ് എലിപ്സ്. നോർമലി മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സാമിന് റിപ്പീറ്റ് ചെയ്യുന്നതൊക്കെ ഫസ്റ്റ് ടൈപ്പിലാണ്. പക്ഷെ സെക്കൻഡ് ടൈപ്പിൽ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് വേണമെങ്കിലും എക്സാമിന് വരാം, നല്ല കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് നേരെ എക്സിന്റെ താഴെ a² ആണ് +y² / b². എന്നാൽ സെക്കൻഡ് ടൈപ്പിന്റെ എലിപ്സ് ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ആക്ച്വലി ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യനിൽ എപ്പോഴും ശ്രദ്ധിച്ചോട്ടാ, ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ താഴെ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ 25 + y² / 9 = 1. ഇപ്പോൾ ഇതിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. എക്സാമിന് വരുന്ന ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് എക്സിന്റെ താഴ്ഭാഗം വാല്യൂ കൂടുമ്പോൾ അല്ലെ, എക്സിന്റെ ഭാഗം താഴെ 25 ആണ്, y² താഴെ എത്രയാണ്, 9 ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാവും എക്സിന്റെ ഭാഗം വലുതാവുക എന്ന് പറയുന്ന ടൈപ്പിലാണ് ഇങ്ങനെ ബൾജിങ് വരിക, എക്സ് ആക്സിസിന് ബൾജിങ് വരിക. ഇങ്ങനെ വരുന്ന ടൈപ്പിനെ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ആയിട്ടും അതിന്റെ ജനറൽ ഫോർമാറ്റിനെ x² / a² + y² / b² = 1. എന്നാൽ ഇനി ഇവിടെ വരുന്ന ക്വസ്റ്റ്യനിൽ ഇങ്ങനെ സംഭവിച്ചാൽ x² ഇപ്പൊ നമ്മൾ അതിന്റെ റിവേഴ്സ് സംഭവിച്ചാൽ ഇവിടെ ചെറുതും അതുപോലെ തന്നെ y² / 25 = 1. ഇതൊരു റിവേഴ്സ് പ്രോസസ് ആയിട്ട് സംഭവിച്ചാൽ ഇതിന്റെ നേരെ റിവേഴ്സ് ആയിട്ട്, അതായത് താഴ്ഭാഗം നോക്കുക, എക്സിന്റെ താഴ്ഭാഗം ചെറുതും വൈയുടെ താഴ്ഭാഗം വലുതാവുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, x² / y² / 1. ഇവിടെ എന്താ സംഭവിക്കുന്നത് ആക്ച്വലി വെച്ചാൽ ഡിവിഷനുകൾ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുന്ന, അതായത് a² b² അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും. അതായത് ഇവിടെ എന്ത് വരും, b² വരും, a² വരും. അപ്പൊ എക്സാമിന് ഇത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം വെച്ചാൽ ഫസ്റ്റ് ടൈപ്പ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എക്സിന്റെ അടിഭാഗം വലുതാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. സപ്പോസ് എക്സിന്റെ താഴ്ഭാഗം ചെറുതും വൈയുടെ ഭാഗം വലുതാവുന്ന അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററുകൾ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. മീൻസ് a² അങ്ങോട്ട് മാറ്റി b² അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ജനറൽ ഫോർമാറ്റ് മനസ്സിലായി. ഇനി എന്താണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ അത് നമുക്കറിയണം. ഇനി എലിപ്സ് മനസ്സിലായി, എലിപ്സിന്റെ ജനറൽ ഫോം മനസ്സിലായി. ഇനി എലിപ്സിൽ എന്താണ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മൾ ഓരോന്നായിട്ട് പരിശോധിക്കുന്നു.
ഫസ്റ്റ് നമ്മൾ പരിശോധിക്കുന്നതിൽ എക്സാമിന് ചോദിക്കുന്നത് പറഞ്ഞാൽ ഫോക്സി എന്താണെന്നുള്ളതാണ്. FOCI ഫോക്സി എന്താണെന്നുള്ളതാണ് എക്സാമിന് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫോക്സി അല്ലെങ്കിൽ ഫോക്കൈ എന്ന് പറയാം. ഫോക്സി അല്ലെങ്കിൽ ഫോക്കൈ എന്ന് നമുക്ക് പറയാം. ഫോസി ഫോക്കൈ ഒക്കെ പറയാം. FOCI. ഓക്കെ, അപ്പോൾ ഈ ഫോക്കൈ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആണ് ഫോക്കൈ. ഇവിടെ ഞാനിവിടെ മാർക്ക് ചെയ്യാം. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഞാൻ എഫ് എന്ന് പറയുന്ന എഫ് ഫോക്കൈ എന്നാണ്. അതുകൊണ്ട് ജനറലി നമ്മൾ പറയുന്നത് C,0. കാരണം എക്സ് ബൾജിങ് നിൽക്കുന്ന ഏരിയ അല്ലേ, ഇപ്പൊ എലിപ്സ് ഇതല്ലേടാ, അപ്പൊ അതിന്റെ ബൾജിങ് നിൽക്കുന്നില്ലേ, ആ ബൾജിങ് നീളം കൂടിയോടത്താണ് ഫോക്കൈ വരുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്ത് ഫോക്കൈ വരുന്നുണ്ട്, ഇവിടെയും നമുക്ക് ഫോക്കൈ വരും. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ -,0. എന്തുകൊണ്ടാണ് C,0 എന്ന് എഴുതിയ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എക്സ് ആക്സിസിലുള്ള y കോർഡിനേറ്റ് എന്താണ്, ആബ്സല്യൂട്ട്ലി എന്താണ്, 0 ആണ്. അതുകൊണ്ടാണ് F,C,0 F -C,0. അതാണ് ഫോക്കൈ. ആ ഫോക്കൈ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ. ഫോക്കൈ കണ്ടുപിടിക്കാൻ ഒരു ചെറിയൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ബൈ ഹാർട്ട് മാത്രം ചെയ്താൽ മതി. ആ ഫോർമുല ഞാൻ ഇവിടെ എഴുതി വെക്കാം. ഫോക്കൈ കാണാനുള്ള ഫോർമുലയാണ് C² = A² - B² എന്ന് പറയുന്ന ഫോർമുല. സിമ്പിൾ ഫോർമുല. അതായത് C = സ്ക്വയർ കളയാണ് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൈഡ് മാക്സിന്റെ റൂൾ അപ്ലൈ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് ചെയ്യും. റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, A² - B². അപ്പൊ ഈ സിയുടെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. എലിപ്സിൽ അത് രണ്ട് ടൈപ്പിലും അതെ, ഫസ്റ്റ് ടൈപ്പ് ആണെങ്കിലും ശരി, സെക്കൻഡ് ടൈപ്പ് ആണെങ്കിലും ശരി, എലിപ്സിൽ സി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഫോക്കൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് C = എന്ത്, √A² - B² എന്ന് പറയുന്ന ഫോർമുല. ഓക്കെ, അപ്പൊ C = √A² - B² ആയി. ശരി, അപ്പൊ സി കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പ് ആയി, ഫോക്കൈകളായി. ഇനി ഫോക്കൈകൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താ ഇങ്ങനെയാണ് അതിന്റെ പിക്ചറൊക്കെ വരുന്നത്. പക്ഷെ നമുക്ക് C,0 - C,0. ഓക്കെ, അപ്പൊ ഫോക്കൈ ആയി. അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ഫോക്കൈ. ഇതാണ് നമുക്ക് ഒന്നാമത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഫോക്കൈ കണ്ടുപിടിക്കണം എന്നുള്ളത്. ശരി, ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, അപ്പൊ കൺഫ്യൂഷൻ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ നോക്ക്, ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ. കണ്ടോ, അതുപോലെ വെർട്ടീസസ്. അപ്പൊ നമുക്ക് ഇനി വെർട്ടീസസ് എന്താന്ന് പറയണം. അതുപോലെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്താന്ന് പറയണം. അതുപോലെ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്താന്ന് പറയണം, മൈനർ ആക്സിസ്. അതുപോലെ എക്സിൻട്രിസിറ്റി എന്താന്ന് പറയണം. അതുപോലെ ലെങ്ത് ഓഫ് മീൻസ് ലാറ്റസ് റെക്ടം എന്താണെന്ന് പറയണം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാം ചോദിക്കുന്നത്. 1, 2, 3, 4, 5, 6 ക്വസ്റ്റ്യൻസ് ആണ് +1 എലിപ്സിൽ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഈ 6 എണ്ണത്തിന്റെയും ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, 6 എണ്ണത്തിന്റെ ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഫോക്കൈ നമുക്ക് മനസ്സിലായി. ഇനി വെർട്ടീസസ് എന്താണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വരാം, വെർട്ടീസസ്. അപ്പൊ നമുക്ക് ഇവിടെ വെർട്ടീസസ് എന്തൊക്കെ വരുമെന്നുള്ളതാണ് നെക്സ്റ്റ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കാം, ഇപ്പൊ ഇതാണ് എക്സ് ആക്സിസ്. അപ്പൊ എക്സ് ആക്സിസിന്റെ താഴെ എ ആണ്. സ്വാഭാവികമായിട്ട് ഇത് ജനറലി നമുക്ക് എന്ത് പറയാം, A,0 ആക്സിസ് ആയതുകൊണ്ട് A,0. അപ്പൊ ഈ പോയിന്റ് എന്ത് പറയാം, -A,0. അപ്പൊ ഇവിടെ എന്ത് വരും, 0. കാരണം വൈയുടെ താഴെ ബി അല്ലേ, സോ 0,B. പോസിറ്റീവ് ആണ്, y ആക്സിസ് ആണ്. ഇവിടെ എന്ത് വരും, 0,-B. ഇതാണ് ആക്ച്വലി എന്ത് വെർട്ടീസസ് എന്ന് പറയുന്നത്. വെർട്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്സിന്റെ 4 കോർണേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടീസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ കേസിൽ എങ്ങനെ വെർട്ടീസസ് വരിക. ഇപ്പൊ നമ്മൾ എഴുതിയ അതേ പാറ്റേണിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടീസസ് എഴുതുക. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ y ആക്സിസിലാണ് ബൾജ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, വൈയുടെ താഴെ എന്താ, അത് മാറിപ്പോരുത്തിട്ട് എക്സിന്റെ താഴെ B ആണ്. എക്സിന്റെ താഴെ B ആണ്. അപ്പൊ ഈ പോയിന്റ് ആക്ച്വലി എന്താ വരിക, B,0. ഈ പോയിന്റ് എന്താ വരിക, -B,0. വൈയുടെ താഴെ A ആയതുകൊണ്ട് ഈ പോയിന്റ് എന്ത് വരും, മീൻസ് 0, എക്സ് വൈയുടെ താഴെ എ അല്ലേ, 0,A. ഇവിടെ എന്ത് വരൂടാ, 0, -A നമുക്ക് റിസൾട്ട് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഫോക്കൈ ആയി, വെർട്ടീസസ് ആയി, കോർണേഴ്സ്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. വെർട്ടീസസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ് വെർട്ടീസസ്. ഇനി നമുക്ക് എന്താണ്, നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ട്. ഫോക്കൈ ആയി, വെർട്ടീസസ് ആയി, മേജർ ആക്സിസ് വേണം. മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ് എന്ന് പറയുന്നതാണ്. മേജർ ആക്സിസ് നമ്മൾ പഠിക്കുന്നത് ഡയറക്റ്റ് ഫോർമുല പഠിച്ചാലും മതി. മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2A ആണ്. അതായത് പ്രത്യേകിച്ച് മേജർ ആക്സിസ് പഠിക്കാനൊന്നുമില്ല. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടിയ ആക്സിസ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവിടം വരെയുള്ള ലെങ്ത് A അല്ലേ, ഇവിടം വരെയുള്ള ലെങ്ത് A അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലെങ്ത് എന്തായിരിക്കും, ഈ ലെങ്ത്തും എന്താണ്, ഒരു A ആയിരിക്കും.
ഇത് എത്രയാണോ അതേ സെയിം ലെങ്ത് അല്ലേ എവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടോട്ടലി ഇത് a പ്ലസ് എ എന്ന് പറഞ്ഞാൽ ടോട്ടലി നമുക്ക് എന്ത് പറയാം 2a എന്ന് പറയാം. അപ്പൊ മേജർ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആക്സിസ് ഈക്വൽ ടു 2a എന്ന് പറയാം. അതുപോലെ തന്നെ മൈനർ ആക്സിസ് അപ്പോൾ ഓട്ടോമാറ്റിക്കിന് എന്താവും മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ അല്ലെ ചെറിയ ലെങ്ത് അല്ലെ ഇത് ഈ ലെങ്ത് ബി ആണെങ്കിൽ ഈ ലെങ്ത് ബി ആണെങ്കിൽ ഈ ലെങ്ത് ബി ആണ്. സോ 2b വളരെ സിമ്പിൾ ആണ്. മേജർ ആക്സിസും മൈനർ ആക്സിസും പഠിക്കാൻ 2a 2b ലെങ്ത് കൂടിയത് മേജർ 2a ലെങ്ത് കുറഞ്ഞത് മൈനർ ആക്സിസ്. ഓക്കെ അപ്പൊ അത് സിമ്പിൾ ആണ്. ഇപ്പൊ ഈ കേസിലാണെങ്കിൽ അത് സെയിം ആണ്. നിങ്ങൾ നോക്കിയേ ഈ ലെങ്ത് അല്ലേ ഈ ലെങ്ത് അല്ലേ 0, എന്ന് പറഞ്ഞ ഈ ലെങ്ത് ആണ് ഇവിടെ ലെങ്ത്. അപ്പോൾ മേജർ ആക്സിസ് രണ്ട് കേസിലും മാറുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അതായത് ഫസ്റ്റ് കേസ് ആണെങ്കിലും ശരി സെക്കൻഡ് കേസ് ആണെങ്കിലും ശരി. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ബൾജ് ചെയ്യുന്ന കേസ് ആണെങ്കിലും ശരി വൈ ആക്സിസ് ബൾജ് ചെയ്യുന്ന ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യനിലാണെങ്കിലും ശരി മേജർ ആക്സിസും മൈനർ ആക്സിസും എന്ത് സംഭവിക്കുന്നില്ല മാറ്റം സംഭവിക്കുന്നില്ല. സെയിം 2a ആൻഡ് 2b ഫോർമുല. ഇനി അത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എക്സാമിന് എന്താണെങ്കിലും ക്വസ്റ്റ്യൻ നോക്കാം. മൈനർ ആക്സിസ് പറഞ്ഞു. നെക്സ്റ്റ് എക്സെൻട്രിസിറ്റി ആണ്. എക്സെൻട്രിസിറ്റി അപ്പൊ എക്സെൻട്രിസിറ്റിക്ക് നമുക്ക് ഫോർമുല ഉണ്ട്. എക്സെൻട്രിസിറ്റിക്കാനുള്ള ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് പ്രത്യേകിച്ച് അതിന്റെ ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതില്ല. എക്സെൻട്രിസിറ്റി ഡയറക്റ്റ് ആൻസർ നിങ്ങൾ പഠിച്ചു വെക്കാം. ഡയറക്റ്റ് ആൻസർ ഞാൻ ഇവിടെ എഴുതാം. എക്സെൻട്രിസിറ്റി ഞാൻ ഇവിടെ എഴുതുന്നത് എക്സെൻട്രിസിറ്റി സ്മോൾ ലെറ്റർ a ഈക്വൽ ടു c/a. ഇത് ഫിക്സ്ഡ് ആണ്. രണ്ട് ക്വസ്റ്റ്യനിലും ഇത് ഫിക്സ്ഡ് ആണ്. ഇത് പഠിച്ചു വെക്കുക. ബൈ ഹാർട്ട് ചെയ്യുക. ഇപ്പൊ തന്നെ ബൈ ഹാർട്ട് ചെയ്യുക. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു c/a. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു c/a. ഇനി അവസാനമായിട്ട് നമ്മൾ ഒരാളും കൂടെ നമ്മൾ നോക്കുന്നത് ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്ടം. ലാസ്റ്റ് വൺ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം. ഞാൻ ഇവിടെ തന്നെ അത് ആഡ് ചെയ്യുന്ന ഒരു കളർ ഉപയോഗിക്കാം. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം. ഇതിന്റെ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. 2b²/a. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടത്തിന്റെ ഫോർമുല എന്താ? ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടത്തിന്റെ ഫോർമുല എന്താ? 2b²/a. 2 × b²/a. ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക ഈ കാര്യം കൂടെ 2b²/a. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു എലിപ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എക്സാമിന് സോൾവ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ അപ്പൊ നമുക്ക് ഇനി പ്രോബ്ലത്തിലോട്ട് പോവാം. പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും പ്രോബ്ലം ചെയ്യുമ്പോൾ കേട്ടോ. നേരെ പ്രോബ്ലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഇപ്പൊ ആക്ച്വലി ഇതിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ നമ്മൾ 3 ക്വസ്റ്റ്യന്റെ ടൈപ്പ് നമ്മൾ പഠിക്കണം. 3 ടൈപ്പിലും എക്സാമിന് ചോദിക്കും. 3 ടൈപ്പ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. എക്സിന്റെ താഴ്ഭാഗം 25 അല്ലെ y²/9. ഇവിടെ നിങ്ങൾ നോക്കിയാൽ x/25 y²/9. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി നോക്കാം. എക്സിന്റെ താഴ്ഭാഗം വലുതാണ് കാരണം വൈന്റെ താഴ്ഭാഗം ചെറുതാണ്. അപ്പൊ തൽക്കാലം 2, 3 അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ നോക്കുന്നില്ല കാരണം ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കുക കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ഞാൻ 3 ടൈപ്പിലും ചെയ്തിട്ടുണ്ട്. വരാവുന്ന മാക്സിമം ടൈപ്പ് അതാണ് ഉദ്ദേശിച്ചത്. മാക്സിമം ടൈപ്പിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ അപ്പൊ ഒന്നാമത്തെ കേസ് നോക്കാം. x²/25 പ്ലസ് y²/9 ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാം ഇതിനെ മാറ്റി എഴുതുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താവും x²/5². കാരണം ആ 5² ആണല്ലോ 25. y²/3² ഈക്വൽ ടു 1. ഇത് നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യുക? ഒന്നാമത്തെ ടൈപ്പ് ആണോ രണ്ടാമത്തെ ടൈപ്പ് ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒന്നാണോ രണ്ടാണോ? ക്ലിയർ ആണ്. ക്ലിയർ ആയിട്ട് നമുക്കിതിൽ കാണാം എക്സിന്റെ താഴ്ഭാഗം വലുതാണ് അല്ലെ. അതായത് കൃത്യമായിട്ട് അറിയാം എന്താണ് a greater than b ആണെന്ന് പറയാം. സിംപ്ലി a greater than b അല്ലെ. ഈ a greater than b എന്നൊന്നും എക്സാമിന് എഴുതണമെന്നില്ല. അത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് പറഞ്ഞതാണ്. a ആണ് വലുത് b കാട്ടിയും. അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് എന്താ പറയാം a² greater than b² എന്നും പറയാം. a² greater than b² എന്ന് പറയാം. അതായത് എക്സിന്റെ താഴ്ഭാഗമാണ് വലുത്. അങ്ങനെ വരുന്ന അവസരത്തിൽ ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതാം a ഈക്വൽ ടു 5 എന്നും b ഈക്വൽ ടു 3 എന്നും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ എഴുതിയതിന് ശേഷം എയുടെ ആൻസർ 5ഉം ബിയുടെ വാല്യൂ 3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അത്ര സിമ്പിളാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി സോൾവ് ചെയ്യുന്നത്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേ? ഫോക്സി കാണുന്ന പറഞ്ഞത്. അപ്പോൾ ഫോക്സി കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ആക്ച്വലി നമുക്കൊരു പിക്ചർ വരച്ചു വെക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഒരു ഭംഗി ഉണ്ടാവും അല്ലെ. ഒരു പിക്ചർ വരച്ചു വെക്കുക എല്ലാവരും. ഇതിന്റെ എക്സിന്റെ ആക്സിസ് ബൾജ് ചെയ്തും കൊണ്ട് ഇങ്ങനെയാണ് വരുന്നത്. എക്സ് ആക്സിസ് ബൾജ് ചെയ്തും കൊണ്ടാണ് വരുന്നത്. കൃത്യമായിട്ട് a5 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ വാല്യൂ ഒക്കെ നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം. 5,0. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് -5,0. അതുപോലെ b 3 അല്ലേ. സോ 0,3യും
0,-3. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഫോക്സി നമുക്ക് വേണം. ആക്ച്വലി ഇതാണ് ഫോക്സി അല്ലേ? ഫോക്സി നമുക്ക് ജനറലി C,0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇനി വേണ്ടത് ഫോക്കൈ കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് കണ്ടെത്താം. ഫോക്കൈ കണ്ടെത്താം. ഫോക്കൈ കണ്ടെത്താൻ എന്താ ഫോർമുല? C = √A² - B². സോ C = √A എത്രയാടാ? 5² - 3². 5² എന്ന് പറഞ്ഞാൽ എന്താ? 25 - 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ 25 - 9 എന്ന് പറഞ്ഞാൽ 16 ആണ്. C = നമുക്ക് എത്ര കിട്ടി? കൃത്യമായിട്ട് C കിട്ടി. നമുക്ക് എത്ര കിട്ടി? C = √16 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി 4 ആണ്. C = കൃത്യമായിട്ട് നമുക്ക് കിട്ടി എത്രയാടാ? 4 ആണ്. അപ്പോൾ ഫോക്കൈ C കിട്ടി. അപ്പോൾ ഫോക്കൈ ആൻസർ എങ്ങനെ എഴുതാം? ഫോക്കൈയുടെ ആൻസർ എങ്ങനെ എഴുതാം? ജനറലി എന്താണ് ഫോക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -5,0 ആൻഡ് നോട്ട് -5, സോറി. ഫോക്കൈ നമുക്ക് എത്ര കിട്ടിയേ? ജനറലി നമുക്കറിയാം C,0 ആൻഡ് -C,0 ആൻഡ് C,0. കാരണം എക്സ് ആക്സിന് ബൾജ് ചെയ്ത് നിൽക്കുന്ന കാരണമാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടാ. വൈ ആക്സിന് ബൾജ് ചെയ്യുകയാണെങ്കിൽ ഇത് റിവേഴ്സ് ഔട്ട്. അത് പറയാം, ഞാൻ അടുത്ത പ്രോബ്ലത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എഴുതാം -4,0 ആൻഡ് 4,0. ഇതാണ് നമ്മുടെ ഫോക്കൈയുടെ ആൻസർ. അപ്പോൾ ഒരു ആൻസർ ആയി. ഫോക്കൈയുടെ ആൻസർ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. വളരെ സിമ്പിൾ അല്ലേ ഫോക്കൈയുടെ ആൻസർ? ഇനി രണ്ടാമത് പറഞ്ഞിട്ടുള്ള എന്താ? വെർട്ടീസസ്. ഇതൊക്കെ ഇനി സിമ്പിൾ ആണ് ആക്ച്വലി പ്രോബ്ലം. വെർട്ടീസസ് എന്തൊക്കെയാണ്? നമുക്ക് കൃത്യമായിട്ടുണ്ട്. വെർട്ടീസസ് എന്താണ്? -5,0 ആൻഡ് 5,0. അതുപോലെ തന്നെ എന്താണ്? 0,3 ആൻഡ് 0,-3. സോ അത്രയേ ഉള്ളൂ. വെർട്ടീസസ് കംപ്ലീറ്റഡ് ആയി. വെർട്ടീസസ് വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. സിമ്പിൾ. എന്താ ലെങ്ത് കൂടിയ ഭാഗം? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഫോർമുല എന്താ? 2a. സോ ആൻസർ ഈസ് 2 × a. എത്രയാ? a കൃത്യമായിട്ട് നമുക്കറിയാം 5 ആണ്. സോ ആൻസർ ഈസ് 10. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. ഇതൊക്കെ നിങ്ങൾക്ക് അല്ലേ വളരെ എളുപ്പത്തിൽ ആൻസർ. എത്ര എളുപ്പമായ അല്ലേ? 2b. സോ ആൻസർ 2 × b ഈസ് what? 3. 2 × 3 ആൻസർ എത്ര കിട്ടും? 6. സിമ്പിൾ. ലെങ്ത് ഓഫ് മേജർ മൈനർ ഏത് കേസിലും മാറുന്നില്ല. 2a 2b. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് എക്സിൻട്രിസിറ്റി. ഇവിടെ നമുക്ക് എഴുതാം. എക്സിൻട്രിസിറ്റി എന്താ? എക്സിൻട്രിസിറ്റി എക്സിൻട്രിസിറ്റി = എന്താ ഫോർമുല? E = C/A. സോ E = what is C? C നമുക്ക് 4 ആണ് കിട്ടിയത്. A ഓൾറെഡി നമുക്ക് എത്ര കിട്ടി? 5 ആണ് കിട്ടി. സോ ആൻസർ 4/5. കട്ട് ചെയ്യാനൊന്നുമില്ല. 4/5. ഈ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താ? ലാറ്റസ് റെക്റ്റം ആണ്. ലാറ്റസ് റെക്റ്റത്തിന്റെ ആൻസർ എന്താ? ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഞാനിവിടെ എഴുതുന്നുണ്ട്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്താ ഇക്വേഷൻ? 2b²/a. 2b²/a. സോ ഇവിടെ നമുക്ക് സ്പേസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഫോക്കൈ മായ്ച്ചു കളയുന്നു. ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, 2b²/a. ഓക്കെ, അപ്പോൾ 2 × what is b²? 3²/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. 2 × 3² 9/5. 9 9 18 18/5. 18/5 ആണ് നമുക്ക് ഫോക്കൈ കിട്ടാം. ഇത്ര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായതുകൊണ്ട് ക്രാക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് എക്സാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കുക. എല്ലാം നമ്മൾ കിട്ടി. എക്സെൻട്രിസിറ്റി, ലാറ്റസ് ഒക്കെ കംപ്ലീറ്റ് നമ്മൾ സോൾവ് ചെയ്തു. ഇപ്പം നമ്മൾ സോൾവ് ചെയ്തത് ആക്ച്വലി ഒന്നാമത്തെ പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്തത്. ഇതേപോലെ എങ്ങനെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എല്ലാ ആൻസറും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും നോട്ട് ചെയ്യുക, കൃത്യമായ ആൻസർ എഴുതാം. ഇനി രണ്ടാമത്തേലോട്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് എത്തി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എക്സിന്റെ താഴ്ഭാഗം ചെറുതും, അതായത് നമ്മൾ ഇതിന്റെ ഒരു ഡ്രോയിങ് വരക്കുമ്പോൾ എക്സിന്റെ താഴ്ഭാഗം ചെറുതും വൈയുടെ താഴ്ഭാഗം വലുത്. അപ്പൊ ഇതിന്റെ ഡ്രോയിങ് ആക്ച്വലി ഇങ്ങനെയാണ് വരിക. വൈ ഭാഗമാണ് വലുത്, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. വൈയുടെ ഭാഗമാണ് ബൾജിങ് കൂടുതലുണ്ടാവും, കാരണം വൈ ലെങ്ത് കൂടുതലാണ്. അപ്പൊ ഇതിന്റെ പിക്ചർ മാറി. പിക്ചർ മാറുമ്പോൾ ശ്രദ്ധിക്കണം, ഫോക്കൈക്ക് മാറ്റം വരുന്നുണ്ട്. ഫോക്കൈ ആക്ച്വലി അപ്പൊ എങ്ങനെയാവും? ജനറലി ഫോക്കൈ എന്താവും? 0,c ഇവിടെ എന്ത് വരും? 0,c
മൈനസ് ചെയ്യുക. കാരണം വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് 0 ആണെന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫോക്കൈ നമുക്ക് എന്ത് ചെയ്തു, ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പോൾ ഫോക്കയുടെ ഇക്വേഷന് ചേഞ്ച് ഇല്ല, സെയിം ഇക്വേഷൻ തന്നെയാണ്. c=√(a²-b²) അതിൽ ചേഞ്ച് ഇല്ല. പിന്നെ എന്താണ് ഇവിടെ ഈ ജനറൽ ഫോം മാറും. ജനറൽ ഫോം എന്താവും, താഴ്ഭാഗം മാറും എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. താഴ്ഭാഗം മാറും രണ്ടാമത്തെ കേസ് ആണെങ്കിൽ. b² + y² = 1 ആണ്. ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുക, നമുക്ക് തന്ന ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത് നോക്കാം. അപ്പോൾ രണ്ടും പാടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് തന്ന വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതെങ്ങനെ ആക്കി മാറ്റണം, x² / 5² + y² / 10² = 1 ഇങ്ങനെ ആവും നമ്മുടെ ക്വസ്റ്റ്യൻ. കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ വരും, കമ്പയർ ചെയ്യുമ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. മനസ്സിലായോ? രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ഇതുമായിട്ട് തന്നെ കമ്പയർ ചെയ്യണം. മാറിയാൽ ആൻസർ തെറ്റി. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ b എത്രയാണ്, 5. പിള്ളേർ എന്തായാലും എന്ത് ചെയ്യും, ഇത് a ആണെന്ന് പറഞ്ഞ് എഴുതും. എഴുതരുതേ, താഴ്ഭാഗം മാറി ഇങ്ങനെ വന്നാൽ ഈ ജനറൽ ഫോർമാറ്റുമായിട്ട് കമ്പയർ ചെയ്യുക തന്ന ഗിവൺ ക്വസ്റ്റ്യനെ. അപ്പോൾ b 5 ആണ്. a എത്രയാണ്, a = 10 ആണ്. പിന്നെ പഴയ പോലെ നമ്മൾ സോൾവ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് സോൾവ് ചെയ്യുക. b കിട്ടി, 5 ആണ്, a 10 ആണെന്ന് കിട്ടി. ഇനി ഞാൻ ആൻസർ മാത്രം എഴുതി പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഫോക്കൈ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ, ഫോക്കൈ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫോക്കൈ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ജനറലി ഇവിടെ ശ്രദ്ധിക്കണം. ഫോക്കൈ എന്താ, 0, - c ആൻഡ് 0, + c. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും ഫോക്കൈ, സിയുടെ ഇക്വേഷൻ കാണാം അല്ലേ, c = √(a² - b²). സോ c = what is a, 10² minus what is b, 5² അല്ലേ. സോ c = 10² എന്ന് പറഞ്ഞാൽ 100 ആണ്, 25 ആണ്. സോ c = √75. ദാറ്റ്സ് ഓൾ. സോ അതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ എങ്ങനെ കൊടുക്കാം, വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണ്ട, അത് 0, ± c എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് വേണമെങ്കിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ 0, ± √75 ഒരുമിച്ചിട്ട് എഴുതാം കേട്ടോ. ഒരുമിച്ചിട്ട് കൊടുക്കാം. ഈ രണ്ടെണ്ണം അങ്ങനെ 0, -√75 ആൻഡ് 0, +√75 എന്ന് എഴുതുന്നതിന് പകരം കമ്പൈൻ ചെയ്ത് എഴുതാം. ഓക്കെ, ഫോക്കൈ എല്ലാവരും ആൻസർ ചെയ്താ, ഫോക്കൈ. പിന്നെ നമ്മളിതുപോലെ വെർട്ടീസസ് എന്താ, വെർട്ടീസസ് കൃത്യമായിട്ട് നമുക്കറിയാം. വെർട്ടീസസ് കൃത്യമായിട്ട് അറിയാം അല്ലേ. വൈയിലുള്ളത് എന്താ, വൈയിലുള്ളത് a ആണ് അല്ലേ. അപ്പം നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നമുക്ക് വാല്യൂ കൊടുക്കാം. വൈയിലുള്ള വാല്യൂസ്, വൈയുടെ താഴെയുള്ളത് a. അപ്പോൾ y മീൻസ് ഇവിടെ നമുക്ക് എന്ത് വരും, 0, 10 വരും. കാരണം ലെങ്ത് കൂടിയ ഭാഗമല്ലേ. അത് നമുക്ക് യൂണിറ്റ് എഴുതുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ എഴുതുമ്പോൾ എന്താ വേണം, 5, 0 - 5, 0. അപ്പോൾ കൃത്യമായിട്ട് വെർട്ടീസസുകൾ എന്ത് ചെയ്യാം, ആൻസർ എഴുതുക. വെർട്ടീസസ് എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. വെർട്ടീസസ് എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്. വെർട്ടീസസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, 0, ± 10 ആൻഡ് അല്ലേ +or -5, 0. അതാണ് വെർട്ടീസസ് ആയി. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. സിംപ്ലി 2a. ആൻസർ നിങ്ങൾ എഴുതിക്കോ, 2a. സോ 2 × 10 20. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 20 ആണ് അല്ലേ. ഇത്രയും ലെങ്ത് 10 അല്ലേ, ഇത്രയും ലെങ്ത് 10, അപ്പോൾ 20 ആണ്. മൈനർ ആക്സിസ് എത്ര, 5, 5, 10. 2 × 5 10 മൈനർ ആക്സിസ് ആയി. നിങ്ങൾക്ക് നോക്കി എഴുതാവുന്നുള്ളൂ. എക്സിൻട്രിസിറ്റി c/a. സോ c/a, എക്സിൻട്രിസിറ്റി = c/a. ആൻസർ നിങ്ങൾക്ക് എഴുതാം √75 what is a, 10. √75/10 അത്രയും എഴുതി അവസാനിപ്പിക്കുക. √75/10. ഈ √75 നമുക്കൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, അതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ നോക്കേണ്ടത് കേട്ടോ. അങ്ങനത്തെ വരുന്ന കേസുകൾ നമ്മളൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ √75 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ എഴുതാം 25 × 3 ആണെന്ന് എഴുതാം. ഇവിടെ നമുക്കിതിങ്ങനെ എഴുതാൻ കാരണം എന്താ, ഈ 25ന് √AB സ്പ്ലിറ്റ് ചെയ്താൽ 25 എന്ന് പറഞ്ഞാൽ എന്താ, 5√3 ആണ്. അപ്പോൾ നമുക്കിവിടെ √75ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, 5√3/10. അപ്പോൾ ഇവിടെ നിന്നാണ് എഴുതിയിട്ടുള്ളത്. √75ന് നമുക്ക് 5√3 എന്ന് എഴുതാം. അപ്പോൾ 10ലും 5ലും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്താവും, √3/2 എന്ന് എഴുതാം. ആൻസർ എക്സാക്ട്ലി എക്സെൻട്രിസിറ്റി എന്താണ്, എക്സാക്ട്ലി ആൻസർ എത്രയാണ്, √3/2.
എക്സെൻട്രിസിറ്റി ആയി. പിന്നെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ഓക്കെ, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b² a. സോ 2 ഇൻറ്റു വാട്ട് ഈസ് ബി? ബി എത്രയാണ്? 5 ആണ്. 5² 10 ആണ്. 2 ഇൻറ്റു 25/10 കട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. 25 കട്ട് ചെയ്യാം. 2 ഇൻറ്റു 5 അല്ലേ? സോറി, നോട്ട് 5, 2 4 സോറി 5/2. 2 ക്യാൻസൽ ചെയ്യാം. ആൻസർ, ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടും? 5 ആണ് കിട്ടുക. 5. സോ നമ്മൾ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ആൻസർ ചെയ്യുന്നത്. 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇതിലെ കൺഫ്യൂഷൻ, എല്ലാവർക്കും ഇതിലെ കൺഫ്യൂഷൻ എന്താണെന്ന് അറിയാം. ഇത് ടെൻഷൻ ആവും ഈ ക്വസ്റ്റ്യന് കിട്ടിക്കഴിഞ്ഞാൽ. ഇത് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് എലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എലിപ്സിന്റെ എന്തായാലും റൈറ്റ് ഹാൻഡ് സൈഡ് എന്താവണം? 1 ആവണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 1 ആക്കാൻ എന്ത് ചെയ്യണം? ഓൾറെഡി 36 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? 36/36 എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം ഡിവൈഡ് ചെയ്താൽ മതി? അല്ല, എല്ലാ സൈഡും 36 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 36 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ മക്കളെ 4² എന്നല്ല കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ റീചേഞ്ച് ചെയ്തിരുന്നുണ്ട്. മീൻസ് x² ഇങ്ങനെയാണ് വരുന്നത്. 4 ഇൻറ്റു x² പ്ലസ് 9 ഇൻറ്റു y² ഈസ് ഈക്വൽ ടു 36. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ടോട്ടലി എന്ത് ചെയ്യും? എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? 36 കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിവൈഡ് ചെയ്തു. എല്ലാ സൈഡും മാക്സിൻ്റെ റൂളാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് 36/36 നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. മാക്സിമം കട്ട് ചെയ്യാം. 36-ൽ എത്ര 4 ഉണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടും. 36-ൽ എത്ര 4 ഉണ്ട്? 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 4 36. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? x²/9 പ്ലസ് y² 9 36-ൽ എത്ര വട്ടം പോകും? 3 ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ 2 അങ്ങനെ കട്ട് ചെയ്യാം. 9 ആയിട്ട് കട്ട് ചെയ്താലും മതി. 4 9 അല്ലേ? 36 ആണ്. സോ ഈസ് ഈക്വൽ ടു 1. ഇങ്ങനെ കിട്ടും. ഇപ്പം അത് 1ാമത്തെ മോഡലാണോ 2ാമത്തെ മോഡലാണോ? ഇതിനെ മാറ്റി എഴുതാം. എങ്ങനെ? x²/3² പ്ലസ് y²/2² ഈക്വൽ ടു 1. ഇപ്പം ഇത് ഏത് പാറ്റേൺ ആയി? നമ്മുടെ 1ാമത്തെ ഫസ്റ്റ് മെത്തേഡ്. നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് ഇല്ലേ? നമ്മൾ ആദ്യ മെത്തേഡ് 1ാമത്തെ പ്രോബ്ലത്തിൻ്റെ മെത്തേഡ്. കാരണം എക്സിൻ്റെ താഴ്ഭാഗം കൂടുതലാണ്. എക്സിൻ്റെ താഴ്ഭാഗം കൂടുതലാണ്, y ഭാഗം കുറവാണ്. 1ാമത്തെ മെത്തേഡ്. 1ാമത്തെ മെത്തേഡിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് മക്കളെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഹോംവർക്കായിട്ട് ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ഇതിൻ്റെ ആൻസർ ഞാൻ സി മാത്രം പറയാം. സി എന്ന് പറയുന്നത് √5 ആണ്. സി എന്ന് പറയുന്ന ആൻസർ എത്രയാണ്? √5 ആണ്. അപ്പോൾ നിങ്ങളിത് കണ്ടുപിടിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. സി √5 ആണ്. ബാക്കിയുള്ള കംപ്ലീറ്റ് ആൻസർ നിങ്ങൾ കണ്ടോളാം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 8/3 ആണ്. എക്സെൻട്രിസിറ്റി √5/3 ആണ്. എല്ലാ ആൻസറും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടുപിടിച്ചോളാം.